ഹലോ എവരിവൺ, വെൽക്കം ടു അമീസ് മെക്കാനിക്കൽ. അപ്പൊ ഇന്ന് നടന്ന എക്സാം ആണ് അസിസ്റ്റന്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ പോർട്ട് 539/2025 കാറ്റഗറി നമ്പർ. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 65/2026. അതിന്റെ എ സീരീസ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ സൊല്യൂഷൻസ് ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സൊല്യൂഷൻ അല്ല, ജസ്റ്റ് അതിന്റെ ആൻസർ കീയും എങ്ങനെയാണത് വരുന്നത് എന്നുള്ളതും മാത്രം വേഗം ഒന്ന് നമുക്ക് കടന്നു പോകാം. ആദ്യം നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു അനാലിസിസ് നോക്കുകയാണെങ്കിൽ ഒരു മിക്കവാറും ക്വസ്റ്റ്യൻസ് മോർ ദാൻ 50%, അറൌണ്ട് 60% ക്വസ്റ്റ്യൻസ് ഈസി ആയിരുന്നു. മീഡിയം ക്വസ്റ്റ്യൻസ് ഒരു 30%. ഹാർഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയാനായിട്ട് കുറച്ചും കൂടെ കൺസെപ്റ്റൽ ലെവൽ അല്ലെങ്കിൽ പ്രോബ്ലം ആയിട്ട് ചോദിച്ചിരിക്കുന്ന ഒരു 10% മാത്രമാണ്. അപ്പൊ ഒരു എ ലെവൽ പേപ്പറിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു ഈസി കാറ്റഗറിയിൽ വേണമെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനെ പെടുത്താം. പല ക്വസ്റ്റ്യൻസുകളും ഈ പറഞ്ഞ ചില ഡിപ്ലോമ ലെവൽ ക്വസ്റ്റ്യൻസുകളാണ്. ഇതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മൊഡ്യൂൾ 1 നിന്ന് ഒരു 6 മാർക്സ് ആണ് ഫ്ലൂയിഡ് മെക്കാനിക്സ്. മൊഡ്യൂൾ 2 ഹൈഡ്രോളിക് മെഷീൻസ് ഒരു 11 മാർക്സ് ചോദിച്ചിട്ടുണ്ട്. തെർമോഡൈനാമിക്സ് 9, തെർമൽ പവർ പ്ലാന്റ് 12 മാർക്സ്, മെക്കാനിക്സ് ആൻഡ് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ 10 മാർക്സ്, എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസ് 10 മാർക്ക്, മാനുഫാക്ചറിംഗ് 9 മാർക്ക്, ഡ്രോയിങ് മെഷീൻ ഡിസൈൻ 11 മാർക്ക്, IC എഞ്ചിൻ സ്റ്റീം ബോയിലേഴ്സ് 10 മാർക്ക്, ഹീറ്റ് ട്രാൻസ്ഫർ റെഫ്രിജറേഷൻ ഒരു 12 മാർക്ക്. അങ്ങനെയാണ് ഒരു ഏകദേശ ഡിസ്ട്രിബ്യൂഷൻ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് സമയം കളയേണ്ട ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫ്ലൂയിഡ് മെക്കാനിക്സ് ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് അബൌട്ട് കൊഹിഷൻ? കൊഹിഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് ഇന്റർമോളിക്കുലർ അട്രാക്ഷൻ ബിറ്റ്വീൻ മോളിക്യൂൾസ് ഓഫ് സെയിം ലിക്വിഡ് തന്നെയാണ്. ഒരേ പാർട്ടിക്കിൾസ് തമ്മിലുള്ള അട്രാക്ഷൻ ആണ് കൊഹിഷൻ. അത് തന്നെയാണ് ചെറിയ രീതിയിലുള്ള ടെൻസൈൽ സ്ട്രെസ്സുകളെ, അതായത് ഇപ്പോ സർഫസ് ടെൻഷൻ പോലെയുള്ള പ്രോപ്പർട്ടീസിന് കാരണം കൊഹിഷൻ ആണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. അതുപോലെ തന്നെ കൊഹിഷൻ ഈസ് ദ ടെൻഡൻസി ടു റിമെയിൻ ആസ് എ അസംബ്ലേജ് ഓഫ് പാർട്ടിക്കിൾസ്, അതായത് ഇപ്പൊ ഈ സ്പെറിക്കൽ പാർട്ടിക്കിൾ പോലെയോ അല്ലെങ്കിൽ പരസ്പരം ചേർന്ന് നിൽക്കാനായിട്ട് അവരെ സഹായിക്കുന്നത് എന്ത് തന്നെയാണ്? കൊഹിഷൻ തന്നെയാണ്. അതുകൊണ്ട് ആൻസർ ആയിട്ട് വരുന്നത് എന്താണ്? ഓൾ ഓഫ് ദീസ് സ്റ്റേറ്റ്മെന്റ്സ് കറക്റ്റ്. 1, 2, 3 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. The law which states the rate of increase of pressure in a vertical direction is equal to weight density of the liquid at that point. It's a very simple law which is called what? Hydrostatic law. Depth കൂടുന്തോറും പ്രഷർ കൂടുന്നു. അത് കൂടുന്നതിന്റെ റേറ്റ് എന്ന് പറയുന്നത് അതിന്റെ വെയിറ്റ് ഡെൻസിറ്റിക്ക് ഈക്വൽ ആണെന്ന് പറയുന്നത് ഹൈഡ്രോസ്റ്റാറ്റിക് ലോ ആണ്. ഒരു പർട്ടിക്കുലർ പോയിന്റിലെ പ്രഷർ എല്ലാ ഡയറക്ഷനിലും ഈക്വൽ ആണെന്ന് പറയുന്നതാണ് പാസ്കൽസ് ലോ ആയിട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആയിട്ടാണ് വരുന്നത്. ആൻസർ ഈസ് എ. If a body when given a small angular displacement occupies a new position and remains at rest in its new position, then it is said to be. Okay, മൂന്ന് തരത്തിലുള്ള ഇക്വിലിബ്രിയം. ഡിസ്റ്റർബ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ പൊസിഷനിലേക്ക് തിരിച്ചു വരുന്നതാണ് എന്ത്? സ്റ്റേബിൾ ഇക്വിലിബ്രിയം. ആ പൊസിഷനിൽ നിന്ന് അങ്ങനെ ഡീവിയേറ്റ് ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ് സ്റ്റേബിൾ ഇക്വിലിബ്രിയം. ഇവിടെ പറയുന്നത് റിമെയിൻസ് അറ്റ് റെസ്റ്റ് ഇൻ ദിസ് ന്യൂ പൊസിഷൻ. പുതിയ പൊസിഷനിൽ പുതിയൊരു ഇക്വിലിബ്രിയം സ്റ്റേറ്റ് കണ്ടെത്തുന്നത് അത് ന്യൂട്രൽ ഇക്വിലിബ്രിയം ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ. Which among the following condition is not an assumption for deriving Bernoulli's equation? Not an assumption ആണ്. ശ്രദ്ധിക്കുക, ഇത്തരം ക്വസ്റ്റ്യൻസുകൾ സാധാരണ സ്റ്റാൻഡേർഡ് എക്സാമിന് ഈ നോട്ട് എന്നുള്ളത് നമുക്കിങ്ങനെ എംഫസൈസ് ചെയ്ത് തരാറുണ്ട്. ഇനി അഥവാ തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം, അത് നോട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അതിൽ റിയൽ ഫ്ലൂയിഡ്, ബെർണോളിസിന്റെ അസംഷൻ എന്തൊക്കെയാണ്? സ്റ്റഡി, ഇൻകംപ്രസിബിൾ, ഇറോട്ടേഷണൽ ഫ്ലോ ഓഫ് എൻ ഐഡിയൽ ഫ്ലൂയിഡ് അലോങ് എ സ്ട്രീം ലൈൻ ആണ് നമ്മൾ ബെർണോളിസ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നത് തന്നെ. അതുകൊണ്ട് ഇതിൽ ബി ആണ് അസംഷൻ അല്ലാതായിട്ട് വരുന്നത്. ഓക്കെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇക്വേഷൻസ് ഈസ് ഡിറൈവ്ഡ് ബേസ്ഡ് ഓൺ ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്? കൺസർവേഷൻ ഓഫ് മാസിനെ ബേസ് ചെയ്തിട്ടാണ് കണ്ടിന്യൂറ്റി ഇക്വേഷൻ. കൺസർവേഷൻ ഓഫ് എനർജി ആണ് ബെർണോളിസ് ഇക്വേഷൻ. The pressure distribution in a plane source flow can be obtained with the help of. Source flow എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്ത് എല്ലാ ഡയറക്ഷനിലേക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് റേഡിയലി ഫ്ലോ ചെയ്യുന്നതാണ് സോഴ്സ് ഫ്ലോ എന്ന് പറയുന്നത്. സോഴ്സ് ഫ്ലോയിൽ നമുക്കൊരു സ്ട്രീം ലൈൻ അലോങ് ആയിട്ട് നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാം? ബെർണോളിസ് ഇക്വേഷൻ അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ്. സോ ബെർണോളിസ് ഇക്വേഷൻ ക്യാൻ ബി അപ്ലൈഡ്. ആൻഡ് ബെർണോളിസ് ഇക്വേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിഫറെന്റ് അലോങ് ദ റേഡിയൽ ഡയറക്ഷൻ നമുക്ക് പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ കാണാനായിട്ട് പറ്റും. Which of the following devices is not used for measuring the rate of flow in pipe? Rate of flow മെഷർ ചെയ്യാനാണ് വെഞ്ചൂറിമീറ്റർ, ഒറിഫൈസ് മീറ്റർ, റോട്ടാമീറ്റർ, എൽബോ മീറ്റർ, അങ്ങനെയുള്ള കുറെ ആൾക്കാരൊക്കെ. പിറ്ററ്റ് ട്യൂബ് പക്ഷെ വെലോസിറ്റി മെഷർ ചെയ്യാനുള്ള ആളാണ്. അതുകൊണ്ട് ഇതാണ് ഡി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. The cross sectional area of the jet at the vena contracta is. It's a very simple question. വിനാ കോൺട്രാക്ട് എന്ന് പറയുന്നത് തന്നെ ഒരു കൺസ്ട്രൈൻഡ് പാസേജിൽ കൂടെ ഫ്ലോ വരുന്ന കൺവേർജ് ചെയ്ത് പാസ് ചെയ്യുമ്പോൾ അതിന്റെ ഇനേർഷ്യ കാരണം കുറച്ചും കൂടെ കൺവേർജ് ചെയ്ത് പാസ് ചെയ്യുന്ന ആ മിനിമം ക്രോസ് സെക്ഷണൽ പോയിന്റ് ആണ് വിനാ കോൺട്രാക്ട്. അതുകൊണ്ട്
ലെസ് ദാൻ ദാറ്റ് ഓഫ് ഒറിഫൈസ്. ഒറിഫൈസിനേക്കാൾ കുറവായിരിക്കും വിന കോൺട്രാക്ടൈലിന്റെ ഏരിയ. അതിനെ കണക്ട് ചെയ്യുന്ന ആ ഒരു ടേം ആണ് കോഎഫിഷ്യന്റ് ഓഫ് കോൺട്രാക്ഷൻ എന്ന് പറയുന്നത്. ഏരിയ ഓഫ് ജെറ്റ് അറ്റ് വിന കോൺട്രാക്ട് ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ഒറിഫൈസ് എന്നുള്ള ടേം ഒക്കെ ഏകദേശം 0.6 ഒക്കെ റേഞ്ചിലൊക്കെയാണ് അത് വരുന്നത്. ഫോർ എ സപ്രസ്ഡ് ബിയർ ദ ക്രസ്റ്റ് ലെങ്ത് ഇസ് ഈക്വൽ. ഇതൊരു ഓപ്പൺ ചാനൽ ക്വസ്റ്റൻ ആണെങ്കിൽ ഇതൊരു മെഷറിംഗ് ഡിവൈസ് ആയതുകൊണ്ട് ഫ്ലൂയിഡ് മെക്കാനിക്സ് മെക്കാനിക്കൽ സിലബസിലും ചോദിക്കാറുണ്ട്. സപ്രസ്ഡ് ബിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓപ്പൺ ചാനലിലെ പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മളൊരു ഓപ്പണിംഗ് കൊടുക്കുന്നതാണ്. ഫോർ ഫ്ലോ മെഷർമെന്റിന് വേണ്ടിയുള്ള ഡിവൈസ് ആണ് വിയർ എന്ന് പറയുന്നത്. ഈ വിയറിന്റെ ഓപ്പണിംഗ് വിഡ്ത്ത്, അതായത് ഈ ക്രസ്റ്റ്, ഇതിനെ പറയാ, ഈ എഡ്ജിനെ ക്രസ്റ്റ് എന്നാണ് പറയാ. ഈ ക്രസ്റ്റിന്റെ വിഡ്ത്തും ഈ ചാനലിന്റെ വിഡ്ത്തും സെയിം ആണെങ്കിൽ ഈ പുറത്തേക്ക് വരുന്ന ഈ ഷീറ്റ് ഓഫ് വാട്ടർ, അതിനെ നമ്മൾ നാപ്പെ അല്ലെങ്കിൽ വെയിൻ എന്ന് പറയും, അതിന്റെ വിഡ്ത്തും ഈ ക്രസ്റ്റിന്റെ ലെങ്ത്തും സെയിം ആയിരിക്കും. അതിനെയാണ് നമ്മൾ സപ്രസ്ഡ് വിയർ എന്ന് പറയുന്നത്. ഇനി സപ്പോസ് ഇവിടെ നമ്മൾ ഒരു കൺസ്ട്രക്ഷൻ ഇങ്ങനെയാണ്, ഈ ഓപ്പണിംഗ് ഇത്രയേ ഉള്ളുവെങ്കിൽ ഈ ചാനൽ വിഡ്ത്തിനേക്കാൾ കുറവാണ് ഈ ക്രസ്റ്റ് ലെങ്ത് ആയിട്ട് വരുന്നത്. അങ്ങനെ വരുമ്പോൾ നേരത്തെ പറഞ്ഞ വിന കോൺട്രാക്ട് പോലെ ഈ ലാറ്ററൽ ഫ്ലോ ഒക്കെ കാരണം ചെറിയ രീതിയിലൊന്ന് കൺവെർജ് ചെയ്തതിന് ശേഷമാണ് ഇങ്ങോട്ട് വരിക. അതിനാണ് എന്ന് പറയുന്നത് എൻഡ് കോൺട്രാക്ഷൻ എന്ന് പറയുന്നത്. ആ എൻഡ് കോൺട്രാക്ഷൻ ഇല്ലാത്ത വിയറിനെയാണ് സപ്രസ്ഡ് വിയർ എന്ന് പറയുന്നത്. സോ ക്രസ്റ്റ് ലെങ്ത് ഈക്വൽ ടു ചാനൽ വിഡ്ത്ത് ആണെങ്കിൽ മാത്രമേ നമുക്ക് ആ എൻഡ് കോൺട്രാക്ഷനെ സപ്രസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. In the phenomenon of cavitation, the characteristic fluid properties, that is a repeated question actually, it's a vapor pressure. Vapor pressure-നേക്കാൾ താഴെ പോകുമ്പോഴാണ് ഫ്ലൂയിഡ് അവിടെ ബോയിൽ ചെയ്ത് കാവിറ്റേഷൻ പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ഇത് നല്ലൊരു ക്വസ്റ്റൻ ആണ്. പിന്നെ ഫ്ലാറ്റ് പ്ലേറ്റ് ഈസ് മൂവിംഗ് വിത്ത് വെലോസിറ്റി u held normal to the jet of velocity v, the component of leaving jet normal to the plane will be. അതായത് ഇങ്ങനെയാണ് പ്ലേറ്റ് ഇരിക്കുന്നത്, ഇങ്ങനെയാണ് ജെറ്റ് വന്ന് ഇടിച്ച് തെറിച്ച് പോകുന്നത്. ഇയാൾ u എന്ന് പറയുന്ന വെലോസിറ്റിയിലാണ്, ഇയാൾ v എന്ന് പറയുന്ന വെലോസിറ്റിയിലാണ്. അതായത് ലീവിങ് ജെറ്റ് നോർമൽ ടു ദ പ്ലെയിൻ. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇടിച്ചതിന് ശേഷമുള്ള കോമ്പോണന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതാണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. ആഫ്റ്റർ വെൻ എ പ്ലേറ്റ് ഈസ് മൂവിംഗ് വിത്ത് എ വെലോസിറ്റി യു ഹെൽഡ് നോർമൽ ടു ദ ജെറ്റ്, ദ കോമ്പോണന്റ് ഓഫ് ലീവിങ് ജെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജെറ്റ് ഇടിച്ചതിന് ശേഷം ഈ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ട് പിന്നെ അത് മൂവ് ചെയ്യുന്നില്ല അല്ലെ. അതുകൊണ്ട് അതിന്റെ വെലോസിറ്റി എത്രയായിരിക്കും? 0 ആയിരിക്കും. പ്ലെയിനിന് പാരലൽ ആയിട്ടാണ് പിന്നെ മൂവ് ചെയ്യുന്നത് വിത്ത് വെലോസിറ്റി v മൈനസ് യു. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ വായിക്കാൻ തന്നെ ഒരു 5 മിനിറ്റ് നമുക്ക് സമയം വേണം. പിന്നെ ഹൈഡ്രോളിക് പവർ പ്ലാന്റ് ഫോർ എ റിയാക്ഷൻ ടർബൈൻ, ദ നെറ്റ് ഹെഡ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ. നെറ്റ് ഹെഡിന്റെ ഡെഫിനേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓരോ ഓപ്ഷനിലും 2 പാരാമീറ്റേഴ്സ് തന്നിട്ടുണ്ട്. അവരുടെ ഡിഫറൻസ് ആണ് ഏത് കറക്റ്റ് പാരാമീറ്റർ ആണെന്നുള്ളതാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നെറ്റ് ഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടർബൈന്റെ ഇൻപുട്ടിലേക്ക് കൊടുക്കുന്ന ഹെഡാണ്. അതായത് ഇതാണ് നിങ്ങളുടെ ടർബൈൻ എങ്കിൽ ഇതിലേക്ക് പെൻസ്റ്റോക്ക് വഴി ഒരു വാട്ടവർ, ഞാനൊരു പെൻസ്റ്റോക്ക് മാത്രമേ വരയ്ക്കുന്നുള്ളൂ, ഒരു പെൻസ്റ്റോക്ക് വഴി ഇതിന്റെ ഉള്ളിലേക്ക് നമ്മൾ കൊടുക്കുന്നു. ഒരു ലാർജ് പ്രഷർ ഹെഡിൽ നിന്നാണ് പെൻസ്റ്റോക്കിലേക്ക് വരുന്നത്. അതിനുശേഷം ഇപ്പൊ ഇവിടെ ഡ്രാഫ്റ്റ് ട്യൂബിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞത് കൊണ്ട് ഒരു റിയാക്ഷൻ ടർബൈന്റെ കേസ് എടുക്കാം. നിങ്ങൾ ആ ഓപ്ഷൻസ് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ കാണാം, ആദ്യത്തെ 2 ഓപ്ഷനിലും ഒരു അസ്യൂംഡ് ഡാറ്റം, അതായത് ഒരു സെപ്പറേറ്റ് ഡാറ്റം അവിടെ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നിങ്ങളുടെ ഡാറ്റം എന്ന് വിചാരിക്കുക. സാധാരണ നമ്മൾ ടർബൈൻ അനാലിസിൽ ആ ടെയിൽ റേസ് ലെവൽ തന്നെയാണ്, ഇതാണ് ടെയിൽ റേസ് ലെവൽ, ഇത് തന്നെയാണ് എന്ത് ഡാറ്റമായിട്ട് എടുക്കാറ്. പക്ഷെ ഇവിടെ സെപ്പറേറ്റ് ഡാറ്റം എന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് അങ്ങനെ തന്നെ എടുക്കാം. ഇനി ഈ പെൻസ്റ്റോക്കിന്റെ ഉള്ളിലേക്ക്, ടർബൈന്റെ ഉള്ളിലേക്ക് പെൻസ്റ്റോക്കിന്റെ എൻഡിൽ നിന്ന് സപ്ലൈ ചെയ്യുന്നതാണ് ടർബൈനിലേക്കുള്ള എനർജി അല്ലെങ്കിൽ ഹെഡ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ എന്തുണ്ടായിരിക്കും? പ്രഷർ ഹെഡ് ഉണ്ടായിരിക്കും, വെലോസിറ്റി ഹെഡ് ഉണ്ടായിരിക്കും, പിന്നെ നമ്മൾ സെപ്പറേറ്റ് ഒരു ഡാറ്റം കൺസിഡർ ചെയ്തുകൊണ്ട് ഈ ഡാറ്റം ഹെഡ് ഉണ്ടായിരിക്കും, പ്ലസ് ഡാറ്റം ഹെഡ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ അവിടെ കൺസിഡർ ചെയ്യണം. ഇനി ടർബൈനിൽ നിന്ന് വെളിയിലേക്ക് വരുന്ന ഒരു ഹെഡ് ഉണ്ട്. അതായത് പുറത്തേക്ക് വരുന്ന വാട്ടറിന് കുറച്ച് എനർജി ഉണ്ടായിരിക്കുമല്ലോ. ഈ വരുന്ന ആൾക്ക് ഒരു സെർട്ടൺ പ്രഷർ എനർജി ഉണ്ട്. കാരണം പെൻസ്റ്റോക്ക് അതിനെ ഈ ഡ്രാഫ്റ്റ് ട്യൂബ് അതിനെ കൺവേർട്ട് ചെയ്യും. പ്രഷർ ഹെഡ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഒരു വെലോസിറ്റി ഹെഡ് ഉണ്ടായിരിക്കും. പിന്നെ ഇവിടെ ഒരു ഡാറ്റം ഹെഡ് ഉണ്ട്, സെപ്പറേറ്റ് ഒരു ഡാറ്റം ഹെഡ് ഉണ്ട്. ഈ 2 ടേമിന്റെ ഡിഫറൻസ് ആണ് ടർബൈനിന് അവൈലബിൾ ആയിരിക്കുന്ന നെറ്റ് എനർജി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ടർബൈൻ ആക്ച്വലി കൺവേർട്ട് ചെയ്യുന്ന എനർജി എന്ന് പറയുന്നതാണ്. അതായത് ഇത്ര ഉദ്ദേശിക്കുന്നുള്ളൂ, പെൻസ്റ്റോക്കിൽ നിന്ന് വരുന്ന എൻറ്റയർ എനർജി അത് കൺവേർട്ട് ചെയ്ത് 0 എനർജി ആക്കുകയാണെങ്കിൽ ഓക്കെ, അത് തന്നെയാണ് പെൻസ്റ്റോക്കിൽ നിന്ന് കിട്ടുന്നത് തന്നെയാണ് അതിന്റെ നെറ്റ് ഹെഡ് എന്ന് പറയുന്നത്. പക്ഷെ ഒരിക്കലും ടർബൈൻ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ടൈം ഒന്നും കിട്ടുന്നില്ല അല്ലെ, അതൊരു ഇൻഫിനിറ്റ്ലി ലോങ് പ്രോസസ് ആയിട്ട് മാറും. അപ്പൊ അതുകൊണ്ട് ടർബൈനിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വാട്ടറിന് ഒരു എനർജി ഉണ്ട്. അപ്പൊ ഈ 2 എനർജീസിന്റെ ഡിഫറൻസ് ആണ് ടർബൈൻ ആക്ച്വലി ഒരു മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ കിട്ടുന്ന ഹൈഡ്രോളിക് എനർജി എന്ന് പറയുന്നത്. അതാണ് എന്ത് നെറ്റ് ഹെഡ് എന്ന് പറയുന്നത്. ദെയർഫോർ ഇവിടെ ഓപ്ഷൻസ്
വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ സം ഓഫ് പ്രഷർ ഹെഡ്, വെലോസിറ്റി ഹെഡ് ആൻഡ് എലിവേഷൻ ഓഫ് ദ സെന്റർ ഓഫ് ദ പെൻ സ്റ്റോക്ക്. ഓക്കെ, അതാണ് ഇൻപുട്ട് എനർജി ഫ്രം എൻ അസ്യൂംഡ് ആറ്റം. വെലോസിറ്റി ഹെഡ് ഇൻ ദ ഡ്രാഫ്റ്റ് ട്യൂബ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, വെലോസിറ്റി ഹെഡ് മാത്രം പോരാ. സോ സം ഓഫ് പ്രഷർ ഹെഡ്, വെലോസിറ്റി ഹെഡ് ആൻഡ് എലിവേഷൻ ഹെഡ് ഓഫ് ദ പെൻ സ്റ്റോക്ക്. ഓക്കെ, ആൻഡ് ദെൻ എലിവേഷൻ ഓഫ് ദ ടെയിൽ റേസ് വാട്ടർ ലെവൽ പ്ലസ് വെലോസിറ്റി ഹെഡ്. കണ്ടോ? അപ്പൊ അവിടെ വരുമ്പോ നമുക്ക് ഈ എലിവേഷൻ ഡാറ്റം ഹെഡും കൂടെ കൺസിഡർ ചെയ്തു, വെലോസിറ്റി ഹെഡും കൂടെ കൺസിഡർ ചെയ്തു. ഇനി സം ഓഫ് പ്രഷർ ഹെഡ് ആൻഡ് എലിവേഷൻ അത് മാത്രം പോരാ, വെലോസിറ്റി ഹെഡ് അവിടെ നെഗ്ലക്ട് ചെയ്തു. ദെൻ സം ഓഫ് പ്രഷർ ഹെഡ് ആൻഡ് എലിവേഷൻ ഓഫ് ദ സെന്റർ, അഗെയിൻ ഇവിടെയും പ്രഷർ ഹെഡും എലിവേഷൻ ഹെഡും മാത്രമേ കൺസിഡർ ചെയ്തിട്ടുള്ളൂ. അപ്പോ ബെറ്റർ ഓപ്ഷൻ ആയിട്ട് നമുക്ക് ബി ആണ് ചൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇവിടെ ഒന്നുകൂടെ കറക്റ്റ് ആൻസർ ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റുന്നത് ബി ആണ്. നെക്സ്റ്റ്, in a hydraulic turbine, the ratio of power developed by the runner to the net power supplied by the water at the entrance of the turbine. അതായത് ടർബൈനിലേക്ക് കൊടുക്കുന്ന ഹൈഡ്രോളിക് പവറും നെറ്റ് പവർ സപ്ലൈഡ് ബൈ ദ വാട്ടർ അറ്റ് ദ എൻട്രൻസ്, ദെൻ റേഷ്യോ ഓഫ് പവർ ഡെവലപ്ഡ് ബൈ ദ റണ്ണർ, അതായത് റണ്ണർ പവർ ഡിവൈഡഡ് ബൈ റോ ജി ക്യു എച്ച്. ഇതെന്താണ്? ഹൈഡ്രോളിക് എഫിഷ്യൻസിയുടെ ഡെഫിനിഷൻ ആണ്. ഓക്കെ, സ്പെസിഫിക് സ്പീഡ് ബിറ്റ്വീൻ 260 to 860 indicates the hydraulic turbine is. ഇതിൽ മോസ്റ്റ് സ്യൂട്ടബിൾ ആൻസർ ആയിട്ട് വരുന്നത് കപ്ലാൻ ടർബൈൻ ആണ്. പെൽട്ടൺ എന്ന് പറയുന്നത് വളരെ ചെറിയ സ്പെസിഫിക് സ്പീഡാണ്, 10 to 35, 10 to 60 വരെയൊക്കെ ഉള്ളൂ. 60 to 300 വരെ കാണാറുണ്ട്, 60 to 250 വരെയും കാണാറുണ്ട് ഫ്രാൻസിസ് ടർബൈൻ. അതിന് എബോവ് ആയിട്ടുള്ള റേഞ്ചസിലൊക്കെ നമ്മൾ കപ്ലാൻ ടർബൈൻ ആണ് ഉപയോഗിക്കുക. അതുകൊണ്ട് ഇവിടെ സൂട്ടബിൾ ആൻസർ ഈസ് കപ്ലാൻ ടർബൈൻ. ഫ്രാൻസിസ് ടർബൈൻ, ദ വാല്യൂ ഓഫ് സ്പെസിഫിക് സ്പീഡ് റേഷ്യോ വാരിയസ് ബിറ്റ്വീൻ. സ്പീഡ് റേഷ്യോ എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ റണ്ണർ സ്പീഡ്, റണ്ണർ ടാൻജൻഷ്യൽ വെലോസിറ്റി ഡിവൈഡഡ് ബൈ തിയറട്ടിക്കൽ ജെറ്റ് വെലോസിറ്റി, ഈ ഒരു സ്പീഡിനെയാണ് എന്ന് പറയുന്നത് സ്പീഡ് റേഷ്യോ എന്ന് പറയുന്നത്. അത് പെൽട്ടൺ ടർബൈന് 0.43 to 0.48 ആണ്. ശ്രദ്ധിക്കാം, അത് പ്രാക്ടിക്കൽ വാല്യൂ ആണ്. തിയറട്ടിക്കൽ വാല്യൂ ആണെങ്കിൽ 0.5 ആണ് വരിക. ഇനി ഫ്രാൻസിസ് ടർബൈന്റെ അറൌണ്ട് 0.6 to 0.9 ആണ്. കപ്ലാൻ ടർബൈന്റെ 1.4 to അറൌണ്ട് 2.2 വരെയൊക്കെ കാണാം. സോ ഇവിടെ ആൻസർ ആയിട്ട് ചോദിച്ചിരിക്കുന്നത് ഫ്രാൻസിസ് ടർബൈന്റെ ആണ്. സോ 0.6 to 0.9 ആണ് ഇവിടെ, സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. റണ്ണവേ സ്പീഡ് ഓഫ് എ കപ്ലാൻ ടർബൈൻ നോർമലി റേഞ്ചസ് ഫ്രം. റണ്ണവേ സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടർബൈനിൽ മാക്സിമം ഡിസ്ചാർജ് പാസ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഗവേണിംഗ് മെക്കാനിസം ഫെയിൽ ആവുക, അതുപോലെ തന്നെ ടർബൈന്റെ ലോഡ് സീറോ ആവുക. ഈ സിറ്റുവേഷനിൽ ടർബൈന് റേറ്റഡ് സ്പീഡിനേക്കാൾ ഒരു സർട്ടൺ ടൈംസ് സ്പീഡിൽ അത് റൺ ചെയ്യും. ആ സ്പീഡിനാണ് റണ്ണവേ സ്പീഡ് എന്ന് പറയുന്നത്. അത് പെൽട്ടൺ ടർബൈൻ അറൌണ്ട് 1.8 to 1.9 ടൈംസ് റേറ്റഡ് സ്പീഡാണ്. ഫ്രാൻസിസിന് 2 to 2.2 ടൈംസ് റേറ്റഡ് സ്പീഡാണ്. അതുപോലെ കപ്ലാന് 2.5 to 3 ടൈംസ് ആണ്. ദെർഫോർ ദ ആൻസർ ഈസ് സി ആണ് ഇവിടെയും കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. കോൺസ്റ്റന്റ് ഹെഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കപ്ലാൻ ടർബൈൻ ഫോർ ഡിഫറെന്റ് ഗേറ്റ് ഓപ്പണിങ്സ്. ഇതാണ് ഇവിടെ ഗ്രാഫ് ഞാൻ കൊടുത്തിട്ടുണ്ട് ഫോർ യുവർ റെഫറൻസ്. യൂണിറ്റ് ഡിസ്ചാർജും യൂണിറ്റ് സ്പീഡും തമ്മിലുള്ള റേഷ്യോ ഒരു ഗ്രാഫാണ് ചോദിച്ചിരിക്കുന്നത്. ഡിഫറെന്റ് ഗേറ്റ് ഓപ്പണിംഗ്, ജിയോ മീൻസ് ഗേറ്റ് ഓപ്പണിംഗ് എന്ന് വെച്ചാൽ അതിലേക്ക് കടത്തിവിടുന്ന വാട്ടറിന്റെ എമൗണ്ട് കൂടുന്നതിനനുസരിച്ച് എങ്ങനെ അത് കൂടുന്നു എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഫുൾ ഗേറ്റ് ഓപ്പണിംഗിലായിരിക്കും മാക്സിമം ഡിസ്ചാർജ്. അപ്പൊ ഏത് ഗേറ്റ് ഓപ്പണിംഗിലാണെങ്കിലും ഇതിന്റെ യൂണിറ്റ് ഡിസ്ചാർജും യൂണിറ്റ് സ്പീഡും എങ്ങനെയാണ് വേരി ചെയ്യുക? ഇറ്റ് ഈസ് ഗ്രാജുവലി ഡിക്രീസസ് വിത്ത് യൂണിറ്റ് സ്പീഡ്. യൂണിറ്റ് സ്പീഡ് കൂടുന്നതിനനുസരിച്ച് ഡിസ്ചാർജ് കുറയാണ് ചെയ്യുക. Therefore the correct answer is A. Next question, a hydraulic turbine has an output of 6500 kilowatt when it works under a head of 25 meter and runs at 100 rpm. Specific speed of the turbine. Specific speed is equal to n into root p by h raised to 5/4 ആണ്. p എന്നുള്ളത് കിലോവാട്ടിൽ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ 100 into square root 6500 divided by 25 to the power 5/4. ഇതാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇതില് ഓപ്ഷൻസ് ഒക്കെ നല്ല ഡിഫറൻസ് ഉണ്ട്. അപ്രോക്സിമേറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇതിനെ വേണമെങ്കിൽ 6400 എടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് 100 into 80 ആയിട്ട് നമുക്ക് അപ്രോക്സിമേറ്റ് ചെയ്യാം. 25 to the power 25 into 25 into 25 into 25 into 25 ഇതല്ലേ 25 to the power 5. ഇതിന്റെ 1/4 റൂട്ട് എടുക്കാൻ പറഞ്ഞാൽ 4 എണ്ണത്തിൽ നിന്ന് ഒരെണ്ണം എടുത്തു 25. പിന്നെ 25 to the power 1/4 എടുക്കാം. 25 to the power 1/4 എന്ന് വെച്ച് കഴിഞ്ഞാൽ √5 ആണ്. കാരണം എന്താ, 25 to the power 1/2 all to the power 1/2 അല്ലേ.
അതുകൊണ്ട് 5⁻1/2 എന്ന് വരും. സോ അതായത് √5. അപ്പൊ അപ്രോക്സിമേറ്റ് ആയിട്ട് നിങ്ങൾ ആൻസർ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഇത് തന്നെ 4 ടൈംസ് ആയിട്ട് പോയി. √5 എന്ന് വെച്ചാൽ 2 പോയിന്റ് സംതിങ് ആണ്. 2 പോയിന്റ് സംതിങ് ഇതിൽ 40 ടൈംസ് പോയി. അറൌണ്ട് 160യുടെ താഴെയുള്ള ഒരു ആൻസർ നമുക്ക് കിട്ടണം. therefore the correct answer is around 144.22 ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഫേവറബിൾ കണ്ടീഷൻസ് ഫോർ നെഗറ്റീവ് സ്ലിപ്പ് റെസിപ്രോക്കേറ്റിംഗ് ഇത് മുന്നേ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ് ഇതൊക്കെ. മുൻ വർഷങ്ങളിലൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഫേവറബിൾ കണ്ടീഷൻ ഫോർ നെഗറ്റീവ് സ്ലിപ്പ് നെഗറ്റീവ് ആകാനുള്ള ഫേവറബിൾ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഒന്ന് ഹൈ സ്പീഡ് ആണ്, പിന്നെ ചെറിയ ലോങ് സക്ഷൻ പൈപ്പ്, ലോ ഡെലിവറി പൈപ്പ്. ചെറിയ ഡെലിവറി പൈപ്പ്, സക്ഷൻ ഹെഡ് വളരെ കൂടിയിരിക്കുക, ഡെലിവറി ഹെഡ് വളരെ കുറഞ്ഞിരിക്കുക. അങ്ങനെയുള്ള സിറ്റുവേഷൻസിലൊക്കെയാണ് ഈ പറഞ്ഞ ഫേവറബിൾ കണ്ടീഷൻ. നെഗറ്റീവ് സ്ലിപ്പ് അതായത് ആക്ച്വൽ ഡിസ്ചാർജ് തിയറട്ടിക്കൽ ഡിസ്ചാർജിനേക്കാൾ കൂടുന്ന ഒരു കണ്ടീഷനാണ് നെഗറ്റീവ് സ്ലിപ്പ്. In a centrifugal pump, the ratio of output of the pump to power imparted by the impeller. അപ്പൊ പമ്പിന്റെ കേസിൽ നമുക്കൊരു ഷാഫ്റ്റ് പവർ ഇൻപുട്ട് ആണ് നമ്മൾ കൊടുക്കുക. അത് ഒരു ഇംപെല്ലർ പവർ, പിന്നെ നമുക്ക് പുറത്തേക്ക് കിട്ടുന്നത് ഒരു മാനോമെട്രിക് ഹെഡ് ആണ് അല്ലെ. അതുകൊണ്ട് ഇവിടെ നമ്മൾ ചോദിച്ചിരിക്കുന്നത് ഇതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പവർ എന്ന് വെച്ചാൽ ρg/hm ആണ്. അപ്പോൾ ഔട്ട്പുട്ട് ഫ്രം ദ ഔട്ട്പുട്ട് ഓഫ് ദ പമ്പ് എന്ന് പറയുന്ന ഈ വാല്യൂ ആണ്. ഇനി പവർ ഡെവലപ്ഡ് ബൈ ദ ഇംപെല്ലർ, അപ്പൊ അത് എന്ത് എഫിഷ്യൻസി ആയിരിക്കും? ശരിക്കും പറഞ്ഞാൽ ടർബൈനിലൊക്കെ ആണെങ്കിൽ ഹൈഡ്രോളിക് എഫിഷ്യൻസി എന്നുള്ള ടൈം ഉപയോഗിക്കും. പമ്പിൽ നമ്മളത് മാനോമെട്രിക് എഫിഷ്യൻസി എന്നാണ് ഉപയോഗിക്കുക. ഓക്കെ, ഔട്ട്പുട്ട് ഓഫ് ദ പമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനോമെട്രിക് ഹെഡ് ആണ്. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫിഷ്യൻസി മാനോമെട്രിക് എഫിഷ്യൻസി ആയിരിക്കും. ഇവിടുത്തെ നമ്മൾ തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന ഭാഗത്തേക്ക് വരികയാണ്. ഹീറ്റിംഗ് ആൻഡ് എക്സ്പാൻഡിങ് ഓഫ് എ ഗ്യാസ് ഈസ് കോൾഡ്. അതെന്താണ്? തെർമോഡൈനാമിക് പ്രോസസ്സുകളാണ് അതെല്ലാം. ഹീറ്റിംഗ്, എക്സ്പാൻഷൻ, ഹീറ്റ് അഡീഷൻ, ഹീറ്റ് റിജക്ഷൻ എന്നൊക്കെ പറയുന്നതാണ് തെർമോഡൈനാമിക് പ്രോസസ്സുകളാണ്. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. പിന്നെ കാർനോട്ട് സൈക്കിൾ, ദ പ്രോസസ് കാരിയഡ് അറ്റ് എക്സ്ട്രീംലി ഹൈ സ്പീഡ്. കാർനോട്ട് സൈക്കിളിന്റെ ഡിഫിക്കൽട്ടി അല്ലെങ്കിൽ പ്രാക്ടിക്കലി എന്തുകൊണ്ടാണ് ഇമ്പോസിബിൾ ആവുന്നത് എന്നുള്ളതാണ്. കാർനോട്ട് സൈക്കിളിൽ റിവേഴ്സിബിൾ അഡയബാറ്റിക് പ്രോസസ് ഉണ്ട്, റിവേഴ്സിബിൾ ഐസോതെർമൽ പ്രോസസ്സുകളും ഉണ്ട്. അതിൽ ഐസോതെർമൽ പ്രോസസ്സുകൾ ഇൻഫിനിറ്റ്ലി സ്ലോ കാരി ചെയ്യേണ്ടതാണ്. കാരണം ആ ഓരോ ടെമ്പറേച്ചർ ചേഞ്ച് വരുമ്പോഴും സിസ്റ്റത്തിന് ഒരു ഇക്വിലിബ്രിയം അച്ചീവ് ചെയ്യാനായിട്ടുള്ള ടൈം നമ്മൾ കൊടുത്ത് ഇൻഫിനിറ്റ്ലി സ്ലോ ആയിട്ട് നടക്കേണ്ട പ്രോസസ്സുകളാണ് ഐസോതെർമൽ പ്രോസസ്സുകൾ. നേരെ മറിച്ച് അഡയബാറ്റിക് അല്ലെങ്കിൽ അഡയബാറ്റിക് ഹീറ്റ് അഡീഷൻ, ഹീറ്റ് എക്സ്പാൻഷൻ അത് ഇൻഫിനിറ്റ് ഫാസ്റ്റ് ആയിട്ട് നടക്കേണ്ട പ്രോസസ്സുകളാണ്. ഓക്കെ, എക്സ്ട്രീംലി ഫാസ്റ്റ് ആയിട്ട് വേണം ആ ഒരു പ്രോസസ്സുകൾ നടക്കാനായിട്ട്. അതുകൊണ്ട് അഡയബാറ്റിക് എക്സ്പാൻഷൻ അല്ലെങ്കിൽ അഡയബാറ്റിക് കോൺട്രാക്ഷൻ ഈ പ്രോസസ്സുകൾ ഇൻഫിനിറ്റ് ഫാസ്റ്റ് ആയിരിക്കണം. Which of the following pairs best expresses a relationship similar to that expressed in the pair pressure volume for a thermodynamic system undergoing a process? Enthalpy entropy, pressure temperature, entropy. പ്രഷർ വോളിയം തമ്മിലുള്ള ബെസ്റ്റ് റിലേഷൻ എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഇന്റഗ്രൽ PdV ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പ്രോസസ്സിൽ ചെയ്ത വർക്ക് കിട്ടും, റിവേഴ്സിബിൾ പ്രോസസ്സിൽ വർക്ക് കിട്ടും. അതേപോലെ തന്നെ ഒരു പ്രോസസ്സിലെ ഹീറ്റ് ആഡ് ചെയ്ത് കാണാനാണ് ഇന്റഗ്രൽ TdS എന്ന് പറയുന്നത്. അതുകൊണ്ട് തെർമോഡൈനാമിക്കലി ടെമ്പറേച്ചറും എൻട്രോപ്പിയാണ് സിമിലർ ടു പ്രഷർ വോളിയം റിലേഷൻ. തെർമോഡൈനാമിക്കലി കുറച്ചും കൂടെ ഒരു സിസ്റ്റത്തിന്റെ അനാലിസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പെയർ എന്ന് പറയുന്നത്. വിച്ച് ലോ ഇൻഡിക്കേറ്റ്സ് ദ ലിമിറ്റ് ഓഫ് കൺവേർട്ടിംഗ് ഹീറ്റ് ഇൻ ടു വർക്ക്? ഒബിയസ്ലി ഏതാണ്? ലിമിറ്റ് ആണ്. പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ ക്വസ്റ്റ്യൻ പലരും തെറ്റിച്ചിട്ടുണ്ടായിരിക്കും. ഹീറ്റ് ഇൻ ടു വർക്ക് ആ കൺവേർഷൻ ചെയ്യുന്നത് ഫസ്റ്റ് ലോ വെച്ചിട്ടാണ് നമ്മൾ അനലൈസ് ചെയ്യാം. ഓക്കെ, അവിടെ നമ്മൾ കൺസർവേഷൻ ഓഫ് എനർജി ഒക്കെ അപ്ലൈ ചെയ്യുന്നു. ഒരു പ്രോസസ്സ് നടന്നു കഴിഞ്ഞാൽ അവിടെ എനർജി കൺസർവ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നതാണ് ഫസ്റ്റ് ലോ. പക്ഷെ അതിന്റെ ഒരു ലിമിറ്റ്, മാക്സിമം എത്രത്തോളം കൺവേർട്ട് ചെയ്യാം, ദർ ഈസ് ഓൾവേസ് എ ഹീറ്റ് റിജക്ഷൻ എപ്പോഴും സംഭവിക്കും. വാട്ട് എവർ ഹീറ്റ് ഐ ആം സപ്ലൈയിങ് ടു എ സിസ്റ്റം കനോട്ട് ബി കംപ്ലീറ്റ്ലി കൺവേർട്ടഡ് ടു വർക്ക് എന്ന് പറയുന്ന ആ ലിമിറ്റ് വെക്കുന്നത് ആരാണ്? അത് സെക്കൻഡ് ലോ ആണ്. കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ്. 100% എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റം, ഒരു തെർമോഡൈനാമിക് സിസ്റ്റം പോസിബിൾ അല്ല, ഒരു പ്രോസസ്സ് പോസിബിൾ അല്ല എന്നുള്ളത് ലിമിറ്റ് വെക്കുന്നത് ആരാണ്? അത് സെക്കൻഡ് ലോ കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ മാക്സിമം പോസിബിൾ നമ്പർ ഓഫ് സ്പെസിഫിക് ഹീറ്റ്സ് ദാറ്റ് എ പെർഫെക്റ്റ് ഗ്യാസ് കുഡ് ഹാവ് ഈസ്. ഇവിടെ ശ്രദ്ധിക്കണേ, ഒരു സോളിഡിന്റെ ഒക്കെ കേസിൽ നമുക്കറിയാം അതിന്റെ പ്രഷർ വോളിയം അങ്ങനെ കാര്യമായിട്ട് വാരി ചെയ്യില്ല ടെമ്പറേച്ചർ കൂടിയാലും. പക്ഷെ ഈ ഗ്യാസിന്റെ കേസിൽ നമ്മൾ സാധാരണ പറയാറുള്ള രണ്ട് സ്പെസിഫിക് ഹീറ്റ് ആണ് CP, CV. ഇത് ആക്ച്വലി നമ്മുടെ അനാലിസിന് വേണ്ടി റെസ്ട്രിക്ട് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ആയിട്ട് എടുക്കുന്ന രണ്ട് സ്പെസിഫിക് ഹീറ്റുകളാണ്. അതായത് കോൺസ്റ്റന്റ് പ്രഷറിലാണ് ഞാൻ ആ പ്രോസസ്സ് നടക്കുന്നെങ്കിൽ എനിക്ക് CP കിട്ടും, കോൺസ്റ്റന്റ് വോളിയത്തിലാണെങ്കിൽ CV കിട്ടും. പക്ഷെ കോൺസ്റ്റന്റ് പ്രഷറും കോൺസ്റ്റന്റ് വോളിയവും മാത്രമാണോ രണ്ട് പ്രോസസ്സുകൾ? നമുക്കറിയാം പോളിട്രോപിക് പ്രോസസ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് അറിയാം. പോളിട്രോപിക് എന്ന് പറയുന്ന ഈ ഒരു പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PV to the power n equal to കോൺസ്റ്റന്റ് ആണ്. ഈ n ന്റെ വാല്യൂ ഏത് വേണമെങ്കിലും വരാം.
മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി ഏത് വാല്യൂ വേണമെങ്കിലും വരാം. അതിന് ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഒരു സ്പെസിഫിക് ഹീറ്റ് കണ്ടുപിടിക്കാം. 1 കിലോഗ്രാം ഗ്യാസിന്റെ ഹീറ്റ് ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് കൂട്ടാൻ വേണ്ട ഹീറ്റ് ആണ് സ്പെസിഫിക് ഹീറ്റ്. ആ പ്രോസസ്സ് നിങ്ങൾ എങ്ങനെ കണ്ടക്ട് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ഓരോരോ സ്പെസിഫിക് ഹീറ്റുകൾ കിട്ടും. സ്റ്റാൻഡേർഡ് ആയിട്ട് ഉപയോഗിക്കുന്നത് പ്രഷർ വോളിയാണെന്ന് മാത്രം. പക്ഷേ പോസിബിൾ നമ്പർ ഓഫ് സ്പെസിഫിക് ഹീറ്റ്സ് എത്രയാണ്? ഇൻഫിനിറ്റി ആണ്. നല്ലൊരു ക്വസ്റ്റൻ ആണത്. In an extensive property of a thermodynamic system, extensive heat is transferred, extensive work is done, extensive energy is utilized, none of the above. Extensive property എന്ന് വെച്ച് കഴിഞ്ഞാൽ properties which are depending on mass, അല്ലെ, മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടീസ് ആണ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി. പക്ഷെ ഹീറ്റ് വർക്ക് എന്നൊക്കെ പറയുന്നത് എന്തല്ല, അത് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ് അല്ല. മാത്രമല്ല തേർഡ് സ്റ്റേറ്റ്മെന്റ് നമുക്ക് അങ്ങനെ പറയാനൊന്നും പറ്റില്ല. എക്സ്റ്റെൻസീവ് എനർജീസ് യൂട്ടിലൈസ്ഡ്, അതൊരു കൺഫ്യൂസിങ് ഓപ്ഷൻസ് ആണ്. അതായത് ഒരു എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്നുള്ള ആളെ പ്രോപ്പർട്ടിയെ അല്ലാത്ത ആൾക്കാരായിട്ട് കമ്പയർ ചെയ്തിരിക്കാം. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഒരു ഓപ്ഷനും കമ്പയർ ചെയ്യാനായിട്ട് പറ്റില്ല. therefore the answer is none of the above. ഹീറ്റ് വർക്ക് എന്നൊക്കെ പറയുന്നത് എന്താണ്? പ്രോപ്പർട്ടിയെ അല്ല. പിന്നെ ഇറിവേഴ്സിബിൾ പ്രോസസ്, ദർ ഈസ് എ ഇറിവേഴ്സിബിൾ ആണ്. റിവേഴ്സിബിൾ പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ ഈസ് നോ ട്രേസ് ദാറ്റ് പ്രോസസ് ഈസ് ഒക്കേർഡ്, അല്ലെ, ആ പ്രോസസ് നടന്നു എന്നതിന്റെ ഒരു ട്രേസ് പോലും ഇല്ലാതെ വിത്തൗട്ട് എവറിത്തിങ് ഈസ് കൺസർവ്ഡ് എന്നുള്ളതാണ് റിവേഴ്സിബിൾ. ഇറിവേഴ്സിബിളിലേക്ക് വരുമ്പോൾ ദർ ഈസ് ഓൾവേസ് എ ലോസ്, അതായത് ഫ്രിക്ഷൻ കാരണം, ടർബുലൻസ് കാരണം, ഒരു ഫൈനൈറ്റ് പ്രഷർ, ടെമ്പറേച്ചർ, കോൺസെൻട്രേഷൻ, ഗ്രേഡിയൻസ് ഒക്കെ കാരണം നടക്കുന്നതാണ് ഇറിവേഴ്സിബിൾ പ്രോസസ്. അങ്ങനെ ഒരു പ്രോസസ് നടക്കുമ്പോൾ എന്തായാലും അവിടെ ഒരു ലോസ് ഉണ്ടായിരിക്കും. ഓക്കെ, ആ ലോസിനെ ജനറലി നമ്മളൊരു ലോസ് ഓഫ് ഹീറ്റ് ആയിട്ടാണ് എപ്പോഴും എന്ത് ചെയ്യുക, അതിനെ ഒരു കമ്പയർ ചെയ്യാറ്. ഓക്കെ, അതുകൊണ്ട് ദർ ഈസ് ഓൾവേസ് എ ലോസ് ഓഫ് ഹീറ്റ്. സോ കറക്റ്റ് ആൻസർ ഈസ് എ. The work output of theoretical Otto cycle is, Otto cycle efficiency എന്താണ്? Otto cycle efficiency is 1 minus 1 by R to the power gamma minus 1, where R is the compression ratio. Compression ratio കൂടിക്കഴിഞ്ഞാൽ ഈ ഒരു ടേം കുറയും, അതുകൊണ്ട് തന്നെ എഫിഷ്യൻസി കൂടും. therefore A is correct. ഇനി ഈ അഡിയബാറ്റിക് ഇൻഡെക്സ് ഗാമ കൂടിയാലും ഈ ഒരു ടേം കുറയും, അതുകൊണ്ടും എഫിഷ്യൻസി കൂടും. therefore C is also correct. ഇനി പ്രഷർ റേഷ്യോ എന്ന് പറയുമ്പോൾ അതിന്റെ ഗ്രാഫ് ഉണ്ടല്ലോ, ഇതാണ് ഗ്രാഫ്, പ്രഷർ വോളിയം ഗ്രാഫ് ഫോർ ഓട്ടോ സൈക്കിൾ. അതിൽ പ്രഷർ റേഷ്യോ കൂടിക്കഴിഞ്ഞാൽ ഈ ഗ്രാഫിന്റെ അടിയിലുള്ള നെറ്റ് ഏരിയ കൂടും. നെറ്റ് ഏരിയ കൂടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന നെറ്റ് വർക്ക് ഔട്ട്പുട്ട് കൂടും. നെറ്റ് വർക്ക് ഔട്ട്പുട്ട് കൂടിയാലും എന്ത് കൂടും? എഫിഷ്യൻസി കൂടും. കാരണം നെറ്റ് വർക്ക് ഔട്ട്പുട്ട് ബൈ ഹീറ്റ് ഇൻപുട്ട് അല്ല എഫിഷ്യൻസി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഓൾ ഓഫ് ദി അബോവ് ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. The property of a working substance which increases or decreases according to the heat supplied or removed in a reversible manner is called. റിവേഴ്സിബിൾ പ്രോസസ്സിന് ds is equal to dq by t എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. where change in entropy is equal to a small heat added at a constant temperature T. അങ്ങനെയാണെങ്കിൽ dq, അതായത് ഹീറ്റ് ആഡ് ചെയ്യും തോറും എന്ത് കൂടും? എൻട്രോപ്പി കൂടിക്കൊണ്ടിരിക്കും. therefore the answer is B. അടുത്ത ക്വസ്റ്റ്യൻ, the efficiency of a diesel cycle approaches Otto cycle efficiency with. Efficiency of a diesel cycle is 1 minus 1 by R raised to gamma minus 1 into rho raised to gamma minus 1 by gamma into rho minus 1. This is the equation. ഇതില് ആറിന്റെ റോയുടെ വാല്യൂ 1ലേക്ക് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതൊരു ഇൻഡിറ്റർമിനേറ്റ് ഫോമിലേക്കൊക്കെ വരും. അതിൽ എൽ ഹോസ്പിറ്റൽ റൂൾ ഒക്കെ അപ്ലൈ ചെയ്തുകൊണ്ട് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. റോ അപ്രോച്ചസ് 1, എഫിഷ്യൻസി ഓഫ് ഡീസൽ സൈക്കിൾ അപ്രോച്ചസ് എഫിഷ്യൻസി ഓഫ് ഓട്ടോ സൈക്കിൾ. അപ്പൊ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണേ, എഫിഷ്യൻസി ഓഫ് Otto cycle approaches efficiency of diesel cycle approaches Otto cycle when the cutoff ratio, ഈ റോ എന്ന് പറയുന്നത് cutoff ratio ആണ്. ഓക്കെ, അതായത് ആഫ്റ്റർ ഫ്യൂൽ അഡീഷൻ ബിഫോർ ഫ്യൂൽ അഡീഷൻ ഉള്ള വോളിയത്തിന്റെ റേഷ്യോ അത് 1ലേക്ക് അപ്രോച്ച് ചെയ്യണം. ഓക്കെ, 1ലേക്ക് അപ്രോച്ച് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ രണ്ട് വാല്യൂസ് ഈക്വൽ ആയിട്ട് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഡിഫറൻസ് ആണ് എന്ത്? കട്ട് ഓഫ് റേഷ്യോ എന്ന് പറയുന്നതും കട്ട് ഓഫ് എന്ന് പറയുന്ന വ്യത്യാസമുണ്ട്. കട്ട് ഓഫ് എന്ന് പറയുന്ന വോളിയത്തിന്റെ ഡിഫറൻസ് ആണ്, കട്ട് ഓഫ് റേഷ്യോ എന്ന് പറയുന്നത് റേഷ്യോ ആണ്. അപ്പൊ റേഷ്യോ 1ലേക്ക് എടുത്തു കഴിഞ്ഞാൽ അവരുടെ ഡിഫറൻസ് എന്തിലേക്ക് പോകും? 0ലേക്ക് പോകും. ഓക്കെ, അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. 0 കട്ട് ഓഫ് ആണ് ആൻസർ ആയിട്ട് വരും. കലോറിഫിക് വാല്യൂ ഓഫ് സോളിഡ് ഫ്യൂവൽ ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ്. കലോറിഫിക് വാല്യൂ എന്ന് വെച്ചാൽ 1 കിലോഗ്രാം ഫ്യൂവല്, സോളിഡ് ഫ്യൂവല് കംപ്ലീറ്റ് ആയിട്ട് ബേൺ ചെയ്ത് കഴിഞ്ഞാൽ എത്ര എനർജി അത് റിലീസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ കലോറിഫിക് വാല്യൂ എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ്, ഇവിടെ കൺഫ്യൂഷൻ ഉണ്ട്. അത് അവര് ഉദ്ദേശിച്ചിരിക്കുന്നത് സ്റ്റാൻഡേർഡ് വാല്യൂ ആണെങ്കിൽ SI യൂണിറ്റ് ആണെങ്കിൽ ജൂൾ പെർ കിലോഗ്രാം ആണ്. പക്ഷെ പ്രാക്ടിക്കലി ഉപയോഗിക്കുന്നത് കിലോ ജൂൾ പെർ കിലോഗ്രാം ആണ്. അതുകൊണ്ട് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു
യൂണിറ്റ് അല്ലെങ്കിൽ ആൻസർ എന്ന് പറയുന്നത് എ ആണ്. സാധാരണ പ്രാക്ടിക്കലി നമ്മൾ ഉപയോഗിക്കുന്നത് കിലോ ജൂൾ പെർ കിലോഗ്രാം ആണ്. ഓക്കെ, അവിടെ കുറച്ച് കൺഫ്യൂസിംഗ് ആണ്. പക്ഷെ ഫ്യൂലൊക്കെ നമ്മൾ എപ്പോഴും കിലോ ജൂൾ ലെവലിലുള്ള എനർജിയാണ് എപ്പോഴും വരിക. അതുകൊണ്ട് പ്രാക്ടിക്കൽ യൂണിറ്റ് ആയിരിക്കും അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. വിച്ച് ഇൻസ്ട്രുമെന്റ് ഈസ് യൂസ്ഡ് ഫോർ ഫൈൻഡിങ് ദ ഹയർ കലോറിഫിക് വാല്യൂ ഓഫ് സോളിഡ് ആൻഡ് ലിക്വിഡ് ഫ്യൂവൽസ്? ഇതിന്റെ ആൻസർ ബോംബ് കലോറിമീറ്റർ ആണ്. ബോംബ് കലോറിമീറ്റർ ആണ് സോളിഡ് ലിക്വിഡ് ഫ്യൂവൽസിന്റെ കോൺസ്റ്റന്റ് വോളിയത്തിൽ ഹയർ കലോറിഫിക് വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അതായത് അത് ജനറേറ്റ് ചെയ്യുന്ന സ്റ്റീമും കൂടെ കണ്ടൻസ് ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന എനർജിയും കൂടെ ആഡ് ചെയ്തിട്ടാണ് ഹയർ കലോറിഫിക് വാല്യൂ വരുന്നത്. ആ കലോറിഫിക് വാല്യൂ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്നത് ബോംബ് കലോറിമീറ്റർ ആണ്. ബോയ്സ് കലോറിമീറ്ററും ജംഗിൾ കലോറിമീറ്റർ ഉപയോഗിക്കുന്നത് ഗ്യാഷ്യസ് ഫ്യൂവൽസിന്റെ കലോറിഫിക് വാല്യൂ കണ്ടുപിടിക്കാനാണ്. സെപ്പറേറ്റിംഗ് കലോറിമീറ്റർ ഉപയോഗിക്കുന്നത് ഡ്രൈനസ് ഫ്രാക്ഷൻ കണ്ടുപിടിക്കാനാണ്. ഡ്രൈനസ് ഫ്രാക്ഷൻ കണ്ടുപിടിക്കാനാണ് സെപ്പറേറ്റിംഗ് കലോറിമീറ്റർ ഉപയോഗിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, എ ഫ്യൂവൽ കൺസിസ്റ്റ് ഓഫ് 85% കാർബൺ, 12.5% ഹൈഡ്രജൻ, 2.5% റെസിഡ്യുവൽ മാറ്റർ ബൈ മാസ്. വാട്ട് ഈസ് ദ ഹയർ കലോറിഫിക് വാല്യൂ ഓഫ് ദ ഫ്യൂവൽ? അപ്പൊ ഇവിടെ രണ്ട് ഓപ്ഷൻസ് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. എന്നും അതുപോലെ തന്നെ സിയും റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ ആൻസർ നോക്കാം. പിന്നെ ഡ്യുലോൺസ് ഫോർമുല എന്ന് പറയും ടു ഫൈൻഡ് ദ ഹയർ കലോറിഫിക് വാല്യൂ. ദാറ്റ് ഹയർ കലോറിഫിക് വാല്യൂ ഇസ് ഈക്വൽ ടു 3380 ഇൻറ്റു കാർബണിന്റെ ഫ്രാക്ഷൻ പ്ലസ് 144,000 ഇൻറ്റു എച്ച് മൈനസ് O/8. എച്ച് എന്ന് പറയുന്നത് ഹൈഡ്രജന്റെ ഫ്രാക്ഷൻ, O എന്ന് പറയുന്നത് ഓക്സിജന്റെ ഫ്രാക്ഷൻ, പ്ലസ് 9270 ഇൻറ്റു സൾഫറിന്റെ ഫ്രാക്ഷൻ. ഓക്കെ, ഇത്രയും കിലോ ജൂൾ പെർ കിലോഗ്രാം ആയിരിക്കും നിങ്ങളുടെ ഹയർ കലോറിഫിക് വാല്യൂ എന്ന് പറയുന്നത്. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. കാർബണിന്റെ വാല്യൂ അത് തന്നിട്ടുണ്ട്, പെർസെന്റേജ് 0.85 ആണ് ഫ്രാക്ഷൻ ആയിട്ട് എഴുതുമ്പോൾ. അതുപോലെ തന്നെ ഹൈഡ്രജന്റെ വാല്യൂ വന്നിട്ടുണ്ട്, വിച്ച് ഈസ് 12.5, സോ 0.125 ആണ് ഹൈഡ്രജന്റെ. 2.5% റെസിഡ്യുവൽ മാറ്റർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഓക്സിജൻ സൾഫർ സെപ്പറേറ്റ് തന്നിട്ടില്ല, അത് നിങ്ങൾ ഇത് 0 ആയിട്ട് എടുക്കാം. ഈ രണ്ട് കാര്യങ്ങൾ 0 ആയിട്ട് എടുക്കാം. റിമൈനിങ് ആയിട്ടുള്ള ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ വരുന്നത് ബി ആണ്. ഓക്കെ, ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. സോ അങ്ങനെ ചെയ്യുമ്പോൾ ചിലപ്പോ ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യാം. റിപ്പീറ്റഡ് ആയിട്ട് ഒരു പ്രിന്റിംഗ് മിസ്റ്റേക്ക് വന്നതിന്റെ പേരിൽ വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യാം. അല്ലെങ്കിൽ ആൻസർ അതല്ലാതെ വന്നതുകൊണ്ട് ചിലപ്പോൾ ക്യാൻസൽ ചെയ്യാതിരിക്കാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ആൻസർ ബി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഡ്രൈനസ് ഫ്രാക്ഷൻ ഓഫ് സ്റ്റീം ഈസ്? ഡ്രൈനസ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത് മാസ് ഓഫ് വേപ്പർ ബൈ ടോട്ടൽ മാസ് ആണ്. ടോട്ടൽ മാസിന്റെ ഒരു ഫ്രാക്ഷൻ മാത്രമായിരിക്കുമല്ലോ മാസ് ഓഫ് വേപ്പർ. അതുകൊണ്ട് ഇത് ജനറലി ലെസ് ദൻ ഓർ ഈക്വൽ ടു 1 ആണ് വരിക. ഇതില് ഡ്രൈ സ്റ്റീം എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ ലിക്വിഡ് ആണെങ്കിൽ അതിലെന്തില്ല, മാസ് ഓഫ് വേപ്പർ 0 ആയിരിക്കും, അതിന്റെ ഡ്രൈനസ് ഫ്രാക്ഷൻ 0 ആയിരിക്കും. കംപ്ലീറ്റ്ലി ഡ്രൈ സ്റ്റീം ആണെങ്കിൽ അതിലെ മാസ് എൻറ്റയർ ടോട്ടൽ മാസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഈ മാസ് ഓഫ് വേപ്പർ മാത്രമായിരിക്കും. അതുകൊണ്ട് എന്തായിരിക്കും, എക്സിന്റെ വാല്യൂ 1 ആയിരിക്കും വരിക. therefore the answer is C. 1 ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. വിച്ച് സ്റ്റീം സൈക്കിൾ കംപ്രൈസസ് 2 ഐസോബാറിക് ആൻഡ് 2 ഐസെൻട്രോപിക് പ്രോസസ്? കാർനോട്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞു, അതെന്താണ്, രണ്ട് ഐസെൻട്രോപിക് പ്രോസസ്സുകളും 2 ഐസോ തെർമൽ പ്രോസസ്സുകളാണ്. ഇനി ഓട്ടോ സൈക്കിളിൽ നമ്മൾ ഓൾറെഡി കണ്ടു, അതിൽ 2 കോൺസ്റ്റന്റ് വോളിയം പ്രോസസ്സുകളും റിവേഴ്സിബിൾ അഡിയബാറ്റിക് പ്രോസസ്സുകൾ, ഐസെൻട്രോപിക് പ്രോസസ്സുകളാണ്. ഈ റാങ്കൈൻ സൈക്കിൾ, അതായത് ഈ സ്റ്റീം ടർബൈന്റെ ഒക്കെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ആണ്, സ്റ്റീം പവർ പ്ലാന്റിന്റെ ഒക്കെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ആണ് റാങ്കൈൻ സൈക്കിള്. അതിന്റെ ടെമ്പറേച്ചർ എൻട്രോപ്പി ഡയഗ്രാം വരുന്നത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഐസെൻട്രോപിക് ആയിട്ട് പമ്പ് കംപ്രസ് ചെയ്യുന്നു, ദെൻ ഐസോ ബാറിക് ആയിട്ട് ഹീറ്റ് അഡീഷൻ ചെയ്യുന്നു, വീണ്ടും ഐസെൻട്രോപിക് ആയിട്ട് എക്സ്പാൻഡ് ചെയ്യുന്നു, ഐസോ ബാറിക് അല്ലെങ്കിൽ ഐസോ തെർമൽ ആയിട്ട്. അത് ഈ ഉള്ളിൽ വരച്ചിരിക്കുന്ന ഈ ഒരു പ്രോസസ്സ് വേപ്പർ ഡോമിന്റെ ഉള്ളിൽ ഐസോ തെർമൽ ആണ്, ഐസോ ബാറിക് ആണ്, അത് കോയിൻസൈഡ് ചെയ്യും. ബാക്കി പ്രോസസ്സുകളൊക്കെ എന്താണ്, ഐസോ ബാറിക് പ്രോസസ്സുകളാണ്. ഈ വെർട്ടിക്കൽ ലൈൻസ് വരുന്നതൊക്കെ ഐസെൻട്രോപിക് പ്രോസസ്സുകളാണ്. അപ്പൊ ടർബൈനിലുള്ള എക്സ്പാൻഷനും പമ്പിലുള്ള കംപ്രഷനും ഐസെൻട്രോപിക് ആണ്. അതുകൊണ്ട് റാങ്കൈൻ സൈക്കിൾ ആണ് എന്ത് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. In which steam turbine the steam is expanded in nozzles only and there is a pressure drop and heat drop? നോസിൽസിൽ മാത്രം സ്റ്റീം എക്സ്പാൻഷൻ സംഭവിക്കുന്നത് എന്താണ്, പ്രഷർ ഡ്രോപ്പും ഹീറ്റ് ഡ്രോപ്പും സംഭവിക്കുന്നത്. അത് ഇവിടെ 2 കൺഫ്യൂസ് ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ട്. കാരണം ഈ ഡി ലെവൽ ശരിക്കും പറഞ്ഞാൽ ഇമ്പൾസ് ടർബൈൻ ആണ് ആൻസർ. ഇമ്പൾസ് ടർബൈനിലാണ് ഈ നോസിലില് കംപ്ലീറ്റ് ആയിട്ട് എന്ത് സംഭവിച്ച് ഈ ചേഞ്ച്, എൻതാൽപി ചേഞ്ച് ഒക്കെ സംഭവിച്ച് അത് ഒരു ഹൈ പ്രഷർ ഹൈ വെലോസിറ്റി സ്റ്റീം ആയിട്ട് വന്ന്, അപ്പൊ അതായത് ഈ റോട്ടറിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ അതിന്റെ പ്രഷർ കോൺസ്റ്റന്റ് ആണ്.
അപ്പൊ ഡി ലെവൽ ടർബൈൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ഇമ്പൾസ് ടർബൈൻ. അതുകൊണ്ട് പക്ഷേ ഇമ്പൾസ് ടർബൈൻ ആണ് കുറച്ചും കൂടെ ബ്രോഡ് ആയിട്ടുള്ള ഒരു ആൻസർ. എനി ടൈപ്പ് ഓഫ് ഇമ്പൾസ് ടർബൈനിൽ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആയതുകൊണ്ട് സി ആണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ആൻസർ. നോക്കാം. എ ക്ലോസ്ഡ് സൈക്കിൾ ഗ്യാസ് ടർബൈൻ വർക്ക്സ് ഓൺ. ക്ലോസ്ഡ് സൈക്കിൾ ഗ്യാസ് ടർബൈന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ആണ് ജൂൾ സൈക്കിൾ, അല്ലെങ്കിൽ നമ്മൾ അതിനെ ബ്രേട്ടൺ സൈക്കിൾ എന്ന് പറയാറുണ്ട്. റിവേഴ്സ്ഡ് ജൂൾ സൈക്കിൾ അല്ലെങ്കിൽ ബ്രേട്ടൺ സൈക്കിൾ. പിന്നെ ടാൻഡം ടൈപ്പ് കോമ്പൗണ്ട് സ്റ്റീം എഞ്ചിൻ ദ ഹൈ പ്രഷർ ആൻഡ് ലോ പ്രഷർ സിലിണ്ടർ. ടാൻഡം ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹൈ പ്രഷർ ലോ പ്രഷർ സിലിണ്ടേഴ്സിനെ ഇൻ ലൈൻ ആയിട്ട് വെക്കുക, ഒരേ ലൈനിൽ വെച്ചുകൊണ്ട് അവർ തമ്മിൽ ഒരു കോമൺ കണക്ടിങ് റോഡ് ഉണ്ടായിരിക്കും അവർക്ക്. അതുകൊണ്ട് പിസ്റ്റൺ റോഡ്, അത് കണക്ടിങ് റോഡ് അല്ല, പിസ്റ്റൺ റോഡ് കോമൺ ആയിരിക്കും. ഓക്കെ, ഇങ്ങനെ വരുന്നതാണെന്ത് ഈ പറഞ്ഞ ഇവിടെ വരച്ചിരിക്കുന്നതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ആക്ച്വലി പിസ്റ്റൺ റോഡ് ഇങ്ങനെയാണ് വരേണ്ടത്. So it has a common piston rod. Okay, so C is the correct answer. If nozzle coefficient K and enthalpy drop during expansion is HD, then velocity of steam leaving the nozzle is. അതായത് ആക്ച്വൽ വെലോസിറ്റി എന്ന് പറയുന്നത് നമുക്ക് റൂട്ട് 2000 HD ആണ് വരിക, which is equal to 44.72. ആക്ച്വൽ അല്ല, തിയറട്ടിക്കൽ വാല്യൂ റൂട്ട് HD. ഇനി ഇവിടെ നോസിൽ കോയഫിഷ്യന്റ് തന്നിട്ടുണ്ട്. നോസിൽ കോയഫിഷ്യന്റ് തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് K ടൈംസ് ചെയ്യണം. ഓക്കെ, ഇവിടെ ഒരു പ്രശ്നമുള്ളത് നോസിൽ കോയഫിഷ്യന്റ് എന്ന് പറഞ്ഞ് പലപ്പോഴും ഒരു നോസിൽ എഫിഷ്യൻസി കോയഫിഷ്യന്റ് എന്ന് പറഞ്ഞ് തരാറുണ്ട്. ചില ബുക്കിൽ അങ്ങനെയും കണ്ടിട്ടുണ്ട്, നോസിൽ എഫിഷ്യൻസി കോയഫിഷ്യന്റ്. ആ എഫിഷ്യൻസി കോയഫിഷ്യന്റ് ആണെങ്കിൽ ഈ K എന്നുള്ളത് ഉള്ളിലേക്ക് കയറി വരും. ഓക്കെ, K എന്നുള്ളത് ഇതിന്റെ ഉള്ളിലാണ് കയറി വരിക. ഇനി വെറുതെ നോസിൽ കോഎഫിഷ്യന്റ് എന്ന് മാത്രമാണെങ്കിൽ K എന്നുള്ളത് വെളിയിലാണ് കിടക്കുക. അതുകൊണ്ട് ഈ രണ്ട് ഓപ്ഷൻസിലും ഏതാണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ആൻസർ കീ വരുമ്പോഴേ പറയാൻ പറ്റുള്ളൂ. അതിൽ ഈ രണ്ട് ഓപ്ഷനിൽ ഏതിലെങ്കിലും ഒന്നായിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. കോമ്പൗണ്ടിങ് ഓഫ് ടർബൈൻ ഈസ് ഡൺ ഇൻ ഓർഡർ ടു. കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത് പ്രഷർ കോമ്പൗണ്ടിങ്, വെലോസിറ്റി കോമ്പൗണ്ടിങ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ്, അതിലെ റോട്ടർ സ്പീഡ് കുറയ്ക്കുക എന്നുള്ളത്, റെഡ്യൂസ് ദ സ്പീഡ് ഓഫ് റോട്ടർ. പക്ഷേ ഇവിടെ ഈ ബാക്കി കൊടുത്തിരിക്കുന്ന രണ്ട് ഓപ്ഷൻസും ഇതിന്റെ ഒരു ആഫ്റ്റർ എഫക്ട് തന്നെയാണ്. അതായത് അൾട്ടിമേറ്റ്ലി റോട്ടർ സ്പീഡ് റെഡ്യൂസ് ചെയ്യുക, അതിന്റെ ഒപ്പം തന്നെ നമുക്ക് എക്സിറ്റിലെ കൈനറ്റിക് എനർജി ലോസ് ഒക്കെ കുറയ്ക്കാൻ പറ്റും. ഓക്കെ, അതായത് ഈ പ്രഷർ കോമ്പൗണ്ടിങ്, വെലോസിറ്റി കോമ്പൗണ്ടിങ് ചെയ്യുന്ന വഴി നമ്മൾ ഓരോ സ്റ്റേജിലുള്ള റോട്ടറിന്റെ സ്പീഡ് ഒരു ലിമിറ്റിന്റെ ഉള്ളിൽ നമുക്ക് നിർത്താനായിട്ട് പറ്റും. അതുവഴി എക്സിറ്റിലെ കൈനറ്റിക് എനർജി ലോസ് കുറയ്ക്കാൻ പറ്റും. ഇത് ടർബൈന്റെ എഫിഷ്യൻസി നല്ലപോലെ ഇംപ്രൂവ് ചെയ്യും. അതുകൊണ്ട് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ആൻസർ ഓൾ ഓഫ് ദി അബോവ് ആണ്. പ്രൈമറി ഫംഗ്ഷൻ ആണ് എന്ന് എടുത്തു ചോദിക്കുകയാണെങ്കിൽ നമുക്ക് സി എന്നുള്ള ഒരു ഓപ്ഷൻ നമുക്ക് ചലഞ്ച് ചെയ്യാം. പക്ഷെ ഇൻ ഓർഡർ ടു ഡു വാട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അൾട്ടിമേറ്റ്ലി എനിക്ക് വെറുതെ റോട്ടർ സ്പീഡ് കൺട്രോൾ ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യുക, അതുപോലെ തന്നെ എക്സിറ്റ് ലോസ് കുറയ്ക്കുക എന്നുള്ളതൊക്കെയാണ്. അതുകൊണ്ട് ഡി ആണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് എന്നാണ്. സെന്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് എ യൂണിഫോം സെമി സർക്കുലർ ലാമിന ലൈസ് അറ്റ് എ ഡിസ്റ്റൻസ് ഫ്രം ഇറ്റ്സ് ബേസ് മെഷേർഡ് അലോങ് ദ വെർട്ടിക്കൽ ആക്സിസ് ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 4r/3π ഫ്രം ദ സെന്റർ. If the stress strain curve of a ductile material, in the stress strain curve of a ductile material, the Hooke's law is valid at എന്ന് പറയുമ്പോൾ ഓക്കെ, നമുക്ക് വേണമെങ്കിൽ പറയാം വിത്തിൻ എനി പോയിന്റ് ഓഫ് ഇലാസ്റ്റിക് റീജിയൻ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. പക്ഷെ മാത്തമാറ്റിക്കലി പ്രപ്പോർഷണൽ റീജിയൻ ആണ്, ശ്രദ്ധിക്കുക. പക്ഷെ ഇലാസ്റ്റിക് റീജിയൻ ആൻസർ ആയിട്ട് അല്ലെങ്കിൽ ഓപ്ഷനിൽ ഉണ്ടെങ്കിൽ അത് കൊടുക്കാറുണ്ട്. പക്ഷെ ഇവിടെ നൺ ഓഫ് ദി അബവ് ഉണ്ട്. ഇനി അവർ അത്രയും സ്ട്രിക്റ്റ് ആയിട്ടാണ് അവർ ആൻസർ ഉദ്ദേശിക്കുന്നതെങ്കിൽ പ്രപ്പോർഷണാലിറ്റി റീജിയൻ ആണ്, നൺ ഓഫ് ദി അബവ് ആണ്. പക്ഷെ മിക്കവാറും ഇത് ഇലാസ്റ്റിക് റീജിയൻ തന്നെയായിരിക്കും നിങ്ങൾക്ക് ആൻസർ ആയിട്ട് വരിക. The deformation of a bar of uniform cross-sectional area A and length L when subjected to axial load. It's very simple question. Direct formula ആണോ, PL/AE ആണ് ആൻസർ ആയിട്ട് വരുന്നത്. സി ആണ് കറക്റ്റ് ആൻസർ. പിന്നെ കോമ്പോസിറ്റ് സെക്ഷൻ സബ്ജക്റ്റഡ് ടു ടെൻസൈൽ ലോഡ്. കോമ്പോസിറ്റ് എന്ന് വെച്ചാൽ പാരലൽ അറേഞ്ച്മെന്റ് ആലോചിച്ചാൽ മതി. അതായത് ഒരു മെറ്റീരിയൽ ഇവിടെയുണ്ട്, അടുത്ത മെറ്റീരിയൽ അതിനോട് ചേർത്ത് വെച്ച് രണ്ട് എൻഡുകളിൽ ലോഡ് പിടിച്ച് വലിക്കാം. ഓക്കെ, ഇങ്ങനെ വലിക്കുമ്പോൾ വാട്ട് ഈസ് ദ കണ്ടീഷൻ, ലോഡ് ക്യാരിഡ് ബൈ ഏജ്. എപ്പോഴും ശ്രദ്ധിക്കുക, ഇങ്ങനെ കോമ്പോസിറ്റ് സെക്ഷൻ ചെയ്യുമ്പോൾ അവര് ലോഡ് ഷെയർ ചെയ്യാണ് ചെയ്യുക. ഓരോരുത്തരുടെ സ്ട്രെങ്ത്തിനനുസരിച്ച് ലോഡ് ഷെയറിംഗ് ആണ് നടക്കുക. അതുകൊണ്ട് ലോഡ് രണ്ടുപേരും ഈക്വൽ ആവില്ല. ഇത് സീരീസ് അറേഞ്ച്മെന്റിൽ വരുന്ന ഒരു ബാറ് അടുത്ത ബാറ് ഇങ്ങനെ പിടിച്ച് വലിക്കുകയാണെങ്കിൽ രണ്ടുപേരും ഒരേ ലോഡ് ആയിരിക്കും. ഇനി എക്സ്റ്റൻഷൻ ഡിഫറെന്റ് ആയിരിക്കില്ല, കാരണം ഇതൊരു കോമ്പാറ്റിബിലിറ്റി കണ്ടീഷൻ. ഈ ജോയിന്റ് സെപ്പറേറ്റ് ആവാതിരിക്കണമെങ്കിൽ ഇവർ രണ്ടുപേരും ഒരുപോലെ ഇലോങ്ങേറ്റ് ചെയ്യണം. അതുകൊണ്ട് ഡീഫർമേഷൻ ഓഫ് ഇൻഡിവിജ്വൽ സെക്ഷൻസ് ഈക്വൽ ആണെന്നുള്ള ഓപ്ഷൻ ആണ് കറക്റ്റ് ആയിട്ട് വരിക. സി ഇസ് ദ കറക്റ്റ് ആൻസർ.
If a simply supported beam carries a point load at the center of the beam, then the bending moment diagram will be. അതിന്റെ ഷേപ്പ് ആണ് ചോദിക്കുന്നത്. ഇതൊക്കെ വെറും ഓവർസിയർ ലെവൽ ക്വസ്റ്റൻ ആണ്. ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ സെൻട്രൽ ലോഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം ഇങ്ങനെയാണ് വരിക. അല്ലെ? അതായത് ട്രയാംഗിൾ വിത്ത് മാക്സിമം ഓർഡിനേറ്റ് അറ്റ് ദ സെന്റർ ഓഫ് ദ ബീം. So C is the correct answer. The ratio of moment of inertia about the neutral axis to the distance to the extreme point of the section from the neutral axis is called what? Basic definition, which is called section modulus of the beam. Torsional rigidity of a shaft is defined as the torque required to produce. Torsional rigidity എന്ന് വെച്ചാൽ torque required to produce. Torsional rigidity ആണ് ചോദിച്ചിരുന്നത്. Torsional rigidity എന്ന് വെച്ചാൽ GJ ആണ്, GJ. So T by J equals G theta by L എന്നുള്ള ഇക്വേഷനിൽ നിന്ന് GJ എന്നുള്ള ഇക്വേഷൻ ചെയ്ത് കഴിഞ്ഞാൽ TL by GJ അല്ലേ, TL by theta എന്ന് വരും. Or it is equal to T by theta by L. So ഇതിൽ നമുക്ക് അതിന്റെ ഡെഫിനേഷൻ കിട്ടും. അതായത് twist of 1 radian per unit length of the shaft. It is actually the product of G and J. Shear modulus പോളാർ മൊമെന്റ് ഓഫ് ഇനർഷ്യ നമ്മളുടെ പ്രൊഡക്റ്റ് ആണ്. പക്ഷെ ഫോർമുലയിൽ നമുക്ക് അതിന്റെ ഡെഫിനേഷൻ കിട്ടും. ഇറ്റ് ഈസ് ദ ടോർക്ക് റിക്വയർഡ് ടു പ്രൊഡ്യൂസ് യൂണിറ്റ് ആംഗിൾ ഓഫ് ട്വിസ്റ്റ് ഓവർ യൂണിറ്റ് ലെങ്ത് ഓഫ് ദ ഷാഫ്റ്റ്. സോ ഡി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. സർക്കംഫറൻഷ്യൽ സ്ട്രെസ് ഇൻ എ തിൻ സിലിണ്ട്രിക്കൽ ഷെല്ല്. സിലിണ്ട്രിക്കൽ ഷെല്ലിലെ സർക്കംഫറൻഷ്യൽ സ്ട്രെസ് എന്താണ്? PD/2T ആണ് കറക്റ്റ് ആൻസർ. PD/2T. PD/4T എന്നുള്ളത് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ആണ്. അതായത് സിലിണ്ട്രിക്കൽ ആയതുകൊണ്ടാണ്. സ്പെറിക്കൽ ആണെങ്കിൽ PD/4T ആണ് വരിക. Crippling load according to Euler's theory for column with both ends hinged ആണ് ചോദിച്ചത്. സ്റ്റാൻഡേർഡ് എൻഡ് കണ്ടീഷൻ ആണ്. π² EA/L² ആണ്. ഇത് ബോത്ത് എൻഡ്സ് ഫിക്സഡ് ആണ്. ഇത് ബോത്ത് എൻഡ്സ് വൺ എൻഡ് ഫിക്സഡ്, വൺ എൻഡ് ഹിഞ്ച്ഡ് ആണ്. ഇത് വൺ എൻഡ് ഫിക്സഡ്, അതർ എൻഡ് ഫ്രീ ആണ്. റേഷ്യോ ഓഫ് ലാറ്ററൽ സ്ട്രെയിൻ ടു ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ, ദാറ്റ് ഈസ് സിംപ്ലി പോയ്സൺസ് റേഷ്യോ. ഗ്രേഡ് 3 ലെവൽ പോലെയുള്ള വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ്, ഈസി ക്വസ്റ്റ്യൻസിൽ വരുന്നതാണ് അതൊക്കെ. Lateral strain to longitudinal strain is Poisson's ratio. അടുത്ത question, all iron and steel products are derived originally from. ഈ ബ്ലാസ്റ്റ് ഫർണസില് സ്മെൽറ്റിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ചെയ്തിട്ടാണ് അയൺ ഓറിനെ ചെയ്തിട്ട് ആദ്യം പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് പിഗ് അയൺ ആണ് ഇതിന്റെ ആൻസർ. ഈ പിഗ് അയണിൽ കാർബൺ കണ്ടന്റ് ഒക്കെ വളരെ കൂടുതലായിരിക്കും, എക്സ്ട്രീംലി ബ്രിട്ടിൽ ആയിരിക്കും. ഇതിൽ നിന്നാണ് നമ്മൾ ബാക്കിയുള്ള എല്ലാ സ്റ്റീലും അതുപോലെ തന്നെ കാസ്റ്റ് അയൺ പോലെയുള്ള ആൾക്കാരൊക്കെ നമ്മൾ റോട്ടയൺ ആണ് പ്യൂറസ്റ്റ് ഫോം ഓഫ് അയൺ. അപ്പോ ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്ന ആരാണ്? പിഗ് അയൺ ആണ്. നമ്മൾ മനസ്സിലാക്കാം. റിംഡ് സ്റ്റീൽ ഈസ് റെപ്രസെന്റഡ് ബൈ ദ സിംബൽ. അധികം നമ്മൾ കാണുന്ന ക്വസ്റ്റ്യൻസ് അല്ല. റിംഡ് സ്റ്റീൽ എന്ന് പറയുന്നത് ദ സ്റ്റീൽ വിച്ച് ഈസ് നോട്ട് ഫുള്ളി ഡിയോക്സിഡൈസ്ഡ്. ഡിയോക്സിഡേഷൻ കംപ്ലീറ്റ് ആവാത്ത സ്റ്റീലാണ്. അതായത് ഇതിന്റെ ഓക്സിജൻ കണ്ടന്റ് ഇപ്പോഴും ഉണ്ടായിരിക്കും. ഇത് നമ്മൾ ഈ കാസ്റ്റിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇത് കാർബൺ ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് കാർബൺ മോണോക്സൈഡ് ഗ്യാസ് ഒക്കെ ഇവോൾവ് ചെയ്യും. ഒരു ബോയിലിംഗ് പോലത്തെ ഒരു, അതായത് ഈ ഗ്യാസിന്റെ ബബിൾസ് ഫോം ചെയ്യുക, ബോയിൽ ചെയ്യുന്ന പോലെ തോന്നും. അതിനാണ് ഈ റിമ്മിംഗ് എന്ന് പറയാം. അങ്ങനെ ഗ്യാസ് ഒക്കെ ഇവോൾവ് ചെയ്യുന്ന ടൈപ്പ് സ്റ്റീലാണ് റിംഡ് സ്റ്റീൽ. അതിനെ ഈ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്, അതായത് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഓർഗനൈസേഷൻസ് ഒക്കെ R എന്നുള്ള സിമ്പിൾ ഉപയോഗിച്ചുകൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുക. ഇനി K എന്ന് പറയുന്നതാണ് കിൽഡ് സ്റ്റീൽ. കിൽഡ് സ്റ്റീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കംപ്ലീറ്റ്ലി ഡിയോക്സിഡേഷൻ ചെയ്യുക. അതായത് അലുമിനിയം, സിലിക്കൺ, മാംഗനീസ് ഒക്കെ പോലെയുള്ള എലമെന്റ്സുകൾ ആഡ് ചെയ്തിട്ട് അതിനെ കംപ്ലീറ്റ്ലി ഡിയോക്സിഡേഷൻ ചെയ്ത സ്റ്റീലാണ് എന്ത് ഈ കിൽഡ് സ്റ്റീൽ എന്ന് പറയുന്നത്. അതിന് നമ്മൾ K എന്നുള്ള സിമ്പിളാണ് ഉപയോഗിക്കുക. ഇത്തരം സ്റ്റീലുകളൊക്കെ ഉപയോഗിക്കുന്നത് ഇതിനൊക്കെ ഒരു യൂണിഫോം കോമ്പോസിഷൻ ആയിരിക്കും. ഈ ഹെവി സ്ട്രക്ചർ, നല്ല ഹൈ ഡെൻസിറ്റി ഉള്ള സ്ട്രക്ചറുകൾ പോലെയുള്ള പ്രഷർ വെസൽസ് ഒക്കെ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന തരം കിൽഡ് സ്റ്റീലുകളാണ്. നേരത്തെ പറഞ്ഞ റിംഡ് സ്റ്റീല് നമ്മൾ ഈ ഓട്ടോമൊബൈൽ ബോഡി പാർട്സുകൾ, ഷീറ്റ് മെറ്റൽസ് ഒക്കെ നിർമ്മിക്കാനായിട്ട് ഈ അതിന്റെ സ്ട്രക്ചർ യൂണിഫോം കോമ്പോസിഷൻ ആയിരിക്കില്ല, പക്ഷെ ഒരു സ്മൂത്ത് ക്ലീൻ സർഫസ് ആയിരിക്കും അതിനുണ്ടായിരിക്കാം. ഓക്കെ, അതിന്റെ കോസ്റ്റ് വളരെ കുറവായിരിക്കും. അങ്ങനെയുള്ള അഡ്വാൻറ്റേജസ് ഈ റിംഡ് സ്റ്റീലിനുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, നോർമലൈസിംഗ് പ്രൊഡ്യൂസസ് ഹോമോജീനിയസ് സ്ട്രക്ചർ കൺസിസ്റ്റിംഗ് ഓഫ് ഓൺലി പേളൈറ്റ് ഫോർ. ഏത് ടൈപ്പ് സ്റ്റീലിനെ നോർമലൈസിങ് ചെയ്യുമ്പോഴാണ് നമുക്ക് പേളൈറ്റ് മാത്രമായിട്ട് കിട്ടുന്നത്? അത് കിട്ടുന്നത് ഈ യൂടെക്ടോയിഡ് സ്റ്റീലിനാണ്. അതായത് എക്സാക്ട്ലി 0.8% കാർബൺ അടങ്ങിയിരിക്കുന്ന സ്റ്റീലാണ് യൂടെക്ടോയിഡ് സ്റ്റീല്. അതിനെ നോർമലൈസിങ് ചെയ്യുക, അതായത് എബോവ് അപ്പർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിന് മുകളിൽ ഹീറ്റ് ചെയ്തതിനു ശേഷം അതിനെ ഒരു റൂം ടെമ്പറേച്ചറിൽ കൂൾ ചെയ്തുകൊണ്ടിരുന്ന പ്രോസസ് ആണ് നോർമലൈസിങ്. അത് ചെയ്യുമ്പോൾ നമുക്ക് കംപ്ലീറ്റ്ലി ഒരു പേളൈറ്റ് സ്ട്രക്ചർ ആയിട്ട് മാറുന്നത് യൂടെക്ടോയിഡ് സ്റ്റീലിന്റെ കേസാണ്. ഓക്കെ, ഇന്ററപ്റ്റഡ് ക്വെഞ്ചിങ് ഓപ്പറേഷൻ പ്രൊഡ്യൂസേഴ്സ് ബേനൈറ്റ്. അതായത് ഈ ഓസ്റ്റംബറിംഗ് പോലെയുള്ള പ്രോസസ്സുകൾ നമ്മൾ ഒരു അതിനെ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിന് മുകളിൽ ഹീറ്റ് ചെയ്തതിനു ശേഷം വീണ്ടും റാപ്പിഡ് ആയിട്ട് കൂൾ ചെയ്യുക, ദെൻ ഒരു ഐസോതെർമൽ കണ്ടീഷനിൽ മെയിൻറ്റെയിൻ ചെയ്യുക, വീണ്ടും അങ്ങനെ കൂൾ ചെയ്യുക. അങ്ങനെയാണ് ഇന്ററപ്റ്റഡ് ക്വെഞ്ചിങ് എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന എപ്പോഴും എന്തായിരിക്കും? ഒരു ബേനൈറ്റ് സ്ട്രക്ചർ ആയിരിക്കും.
നിമോണിക്സ് ഈസ് ആൻ അലോയ് ഓഫ് നിമോണിക്സ്. അതിന്റെ പേരിന്റെ തുടക്കത്തിലുള്ള ആള് ആരാന്ന് നോക്കിയാൽ മതി. നിക്കല്. അതായത് 50% അബവ് നിക്കല് അടങ്ങിയിരിക്കുന്ന ഒരു അലോയാണ് നിമോണിക് എന്ന് പറയുന്നത്. അതിൽ പിന്നെ ഈ ക്രോമിയം, കൊബാൾട്ട്, അയൺ പോലെയുള്ള മറ്റ് അലോയിങ് എലമെന്റ്സുകൾ ഉണ്ടായിരിക്കും. പക്ഷെ മെയിൻലി ഇസ് എ നിക്കൽ അലോയ്. അത് ഈ ഗ്യാസ് ടർബൈൻ സ്ട്രക്ചർ ഒക്കെ നിർമ്മിക്കാനായിട്ട് ഇറ്റ്സ് എ സൂപ്പർ അലോയ്. സൂപ്പർ അലോയ് ആണത്. അതിന് ഹൈ ടെമ്പറേച്ചർ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കഴിവുണ്ട്. അതുപോലെ തന്നെ ക്രീപ്പ് എന്ന് പറയുന്ന മെക്കാനിസം വളരെ കുറവായിരിക്കും. ഈ ക്രീപ്പാണ് ഈ ടർബൈനിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. കാരണം കോൺസ്റ്റന്റ് സ്ട്രെസ്സിൽ ഒരു ഗ്രാജുവൽ ആയിട്ട് ലോങ് ടേമിൽ സംഭവിക്കുന്ന ഒരു ഡീഫോർമേഷൻ ആണ് ക്രീപ്പ്. ടർബൈനിന്റെ ബ്ലേഡ്സിനൊക്കെ വളരെ ലോ ക്രീപ്പ് വരുന്ന മെറ്റീരിയൽ ആണ് സെലക്ട് ചെയ്യേണ്ടത്. അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണത് ഈ നിമോണിക് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ സർഫസ് ഹാർഡനിങ് പ്രോസസ് ഫ്രം ദ ഫോളോയിങ്. ഇറ്റ്സ് എ സിമ്പിൾ ക്വസ്റ്റ്യൻ. നോർമലൈസിങ്, ക്വെഞ്ചിങ്, അനീലിംഗ് ഒക്കെ എൻറ്റയർ മെറ്റീരിയലില് ത്രൂ ഔട്ട് വോളിയം ചേഞ്ച് വരുത്തുന്ന ഹീറ്റ് ട്രീറ്റ്മെന്റ് പ്രോസസ്സുകളാണ്. അതിനെ പലതരത്തിലുള്ള ഡിഫറെന്റ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് കിട്ടാൻ. നൈട്രൈഡിംഗ് എന്ന് പറയുന്നത് നൈട്രജൻ ഡിഫ്യൂസ് ചെയ്തതിന്റെ സർഫസ് ഹാർഡൻ ചെയ്യുന്ന പ്രോസസ് ആണ്. അപ്പൊ നൈട്രൈഡിംഗ്, കാർബറൈസിംഗ് എന്നൊക്കെ പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ സർഫസ് ഹാർഡനിങ് പ്രോസസ്. ദെർഫോർ ദി ആൻസർ ഈസ് ഡി. ഐഡന്റിഫൈ ക്രോമിയം, ടങ്സ്റ്റൺ ആൻഡ് വനേഡിയം കണ്ടന്റ് ഇൻ 1841 സ്റ്റീൽ. ആക്ച്വലി 1841 ഹൈ സ്പീഡ് സ്റ്റീലിന്റെ ഓർഡർ ടങ്സ്റ്റൺ, ക്രോമിയം, വനേഡിയം എന്നുള്ള ഓർഡറിലാണ്. 1841. അപ്പൊ ഇവിടെ ക്രോമിയം എത്രയാണ്? 4, ടങ്സ്റ്റൺ 18, വനേഡിയം 1. സോ 4, 18, 1 എന്നുള്ള ഓർഡറിലാണ് വരിക. Therefore the answer is D. The melting point of pure iron. Pure ironന്റെ melting point ഏകദേശം 1535 degrees Celsius ആണ് വരുന്നത്. So the correct answer is A. മറ്റു രണ്ട് ടെമ്പറേച്ചർ ഗാമ ടു ആൽഫ ട്രാൻസിഷൻ നടക്കുന്ന ടെമ്പറേച്ചർ ആണ് 910 degrees Celsius. ഇത് ക്യൂറി പോയിന്റ് എന്ന് പറയും. അതിന്റെ ആ ഒരു മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഒക്കെ നഷ്ടപ്പെടുന്ന ക്യൂറി ടെമ്പറേച്ചർ ആണ് 678 degrees Celsius എന്ന് പറയുന്നത്. Steel is an alloy of iron and carbon with the carbon content varying up to. It's a very basic question. 2%, exactly 2.11 അല്ലെങ്കിൽ ചില ബുക്കിൽ 2.14 കണ്ടിട്ടുണ്ട്. ആ ഒരു റേഞ്ചിലാണ് എക്സാക്ട് വാല്യൂ വരുന്നത്. സോ 2%-ന് താഴെ സ്റ്റീൽ എന്നും അതിന് മുകളിൽ കാസ്റ്റ് അയൺ എന്നുള്ള കാറ്റഗറിയിലാണ് വരുന്നത്. അലോയിങ് എലമെന്റ് സൂട്ടബിൾ ടു ഇംപ്രൂവ് കൊറോഷൻ റെസിസ്റ്റൻസ്. കൊറോഷൻ റെസിസ്റ്റൻസ് ആരാണ്? ഇറ്റ്സ് എ വെരി റിപ്പീറ്റഡ്, സോ മെനി ടൈംസ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ. ഇറ്റ്സ് ക്രോമിയം. ക്രോമിയം ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ടെനണിങ്? ടെനണിങ് എന്ന് പറയുന്നത് ഈ കാണുന്നതാണ്. ദിസ് ഈസ് കോൾഡ് എ ടെനൺ ആൻഡ് ദിസ് ഈസ് എ മോർട്ടിസ്. ഒരു വുഡ് വർക്കിംഗ് ഓപ്പറേഷൻ ആണ്, അല്ലെങ്കിൽ ജോയിന്റ് ആണ്. ആക്ച്വലി ആ വുഡിന്റെ തന്നെ പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന ഭാഗമാണെന്ത് ടെനൺ എന്ന് പറയുന്നത്. അത് ഏത് പാർട്ടാണ് റിസീവ് ചെയ്യുന്നത്? ദാറ്റ് ഈസ് കോൾഡ് മോർട്ടിസ്. ഇറ്റ് ഇസ് എ പ്രൊജക്ഷൻ ഓഫ് wood piece to fit inside a mortise. What is the use of riddle? എല്ലാവർക്കും അറിയുന്നതാണ്. ഈ അരിപ്പ് പോലെയുള്ള ഭാഗം എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഇറ്റ് ഈസ് യൂസ്ഡ് ടു റിമൂവ് സ്മോൾ മെറ്റൽസ് ആൻഡ് ഫോറിൻ മെറ്റീരിയൽസ്. ഇതാണ് സാൻഡ് റിഡിൽ ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇൻ എ ഷീറ്റ് മെറ്റൽ സെക്ഷൻ, ഷീറ്റ് മീൻസ് ഒരു ഷീറ്റ് എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് വരണമെങ്കിൽ അതിന്റെ തിക്നെസ് ലെസ് ദാൻ 6 mm ആയിരിക്കണം. അതിന് ഗ്രേറ്റർ ദാൻ 6 mm ആണെങ്കിൽ അതിന് നമ്മൾ പ്ലേറ്റ് എന്നുള്ള കാറ്റഗറിയിലാണ് വരിക. പ്ലേറ്റ്. Okay, less than 6 mm sheet. If it is greater than 6 mm, it is plate. The function of rectifier in welding. Rectifier എന്ന് പറഞ്ഞാൽ AC നെ DC ആക്കി കൺവേർട്ട് ചെയ്യുക. AC സപ്ലൈ ആണ് നമുക്ക് മെയിനിൽ ഉണ്ടായിരിക്കുക, അതിനെ DC ആയിട്ട് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതായത് AC എന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ ഒരു വേവ് ആണെന്ന് അറിയാലോ, അതിലെ ഒരു വേവിനെ കട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഇങ്ങനെ കിട്ടും. ഓക്കെ, അതാണ് DC പോർഷൻ. The മെറ്റീരിയൽ ഓഫ് ദ ഡബിൾ കട്ട് ഫയൽ. ഡബിൾ കട്ട് ഫയലിന് ടൂൾ സ്റ്റീൽ അല്ലെങ്കിൽ ഹൈ കാർബൺ സ്റ്റീൽ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഡബിൾ കട്ട് ഫയലിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഹൈ കാർബൺ സ്റ്റീൽ. ടൈലേഴ്സ് ടൂൾ ലൈഫ് ഇക്വേഷൻ ഈസ് VT/N = കോൺസ്റ്റന്റ്. V എന്ന് പറയുന്നത് അതിന്റെ കട്ടിംഗ് സ്പീഡ്, T എന്ന് പറയുന്നത് ടൂൾ ലൈഫ്, N എന്ന് പറയുന്നത് ഒരു ഇൻഡെക്സ് ആണ്. അത് ടൂളിന്റെ മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് N എന്ന് പറയുന്നത്. സോ VT/N = കോൺസ്റ്റന്റ് എന്നുള്ളതാണ് ടൈലേഴ്സ് ടൂൾ ലൈഫ് ഇക്വേഷൻ. കട്ടിംഗ് സ്പീഡ് ഇക്വേഷൻ ഓഫ് എ മില്ലിംഗ് കട്ടർ. സാധാരണ ഈ മില്ലിംഗ് കട്ടറിന്റെ ഡയമീറ്റർ നമ്മൾ മില്ലിമീറ്ററിലാണ് പറയാറ്. N എന്ന് പറയുന്നത് RPM ആണ്. N എന്ന് പറയുന്നത് റെവല്യൂഷൻസ് പെർ മിനിറ്റ് ആണ്. അപ്പൊ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണേ. സാധാരണ ഇക്വേഷൻ V = πdn/60 എന്നാണ്. ഇവിടെ ശ്രദ്ധിക്കുക, πdn/60. ഇത് മീറ്റർ പെർ സെക്കൻഡിൽ കിട്ടണമെങ്കിലാണ്. ഇവിടെ നമുക്ക് D എന്നുള്ളത് മില്ലിമീറ്ററിലാണെങ്കിൽ അതിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഡിവൈഡഡ് ബൈ 1000 ചെയ്യണം. ഓക്കെ, അത് ചെയ്തു. അതിനുശേഷം ഇവിടെ 60
ഇവിടെ എനിക്ക് മിനിറ്റിൽ തന്നെ മതിയെങ്കിൽ പിന്നെ ഈ 60 ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തപ്പോൾ എനിക്ക് മീറ്റർ ആയിട്ട് കിട്ടി. ബൈ 1000 ചെയ്തപ്പോൾ ഡി എന്നുള്ളത് മില്ലിമീറ്ററിലാണ്, അതിനെ ഞാൻ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തപ്പോൾ എനിക്ക് ഡിവൈഡ് ബൈ 1000 വന്നു. പിന്നെ എന്നുള്ളത് ഞാൻ അതുപോലെ തന്നെ എഴുതുകയാണെങ്കിൽ മീറ്റർ പെർ മിനിറ്റ്. ഓക്കെ, ഈ ആൻസർ നോക്കാം. പൈ ഡി എൻ ബൈ 1000 മീറ്റർ പെർ മിനിറ്റ്. ദർഫോർ ഇതാണ് മാച്ച് ആവുന്ന ഒരു ഓപ്ഷൻ ആയിട്ട് നമുക്ക് വരുന്നത്. ദിസ് ഇസ് ദ ഈ മീറ്റർ പെർ മിനിറ്റിലാണ് മോസ്റ്റ് കോമൺലി നമ്മൾ ഇത് അപ്ലൈ ചെയ്യുക. അപ്പൊ സെക്കൻഡ് എന്നുള്ള ഓപ്ഷൻ വിട്ടേക്കുക, കാരണം ഡിനോമിനേറ്ററിൽ എവിടെയും 60 വരുന്നില്ല, അതുകൊണ്ട് എ എന്തായാലും ആൻസർ അല്ല. പിന്നെ ഒരു ഓപ്ഷൻ വരാവുന്നത് ഈ ബി എന്ന് പറയുന്ന ഓപ്ഷനാണ്. പക്ഷെ ബിയിൽ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയമീറ്റർ നിങ്ങൾ മില്ലിമീറ്ററിൽ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ 1000 ചെയ്യേണ്ട ആവശ്യമില്ല അല്ലെ. അപ്പൊ ഡിവൈഡ് ബൈ 1000 ചെയ്തത് കൊണ്ട് ഓപ്ഷൻ എന്തായാലും മീറ്റർ പെർ മിനിറ്റിലെ പോസിബിൾ ആവുള്ളൂ. അതുകൊണ്ട് ഓപ്ഷൻ എന്താണ്, ഡി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. പിന്നെ ലെയ്ത്ത് പിച്ച് ഓഫ് എ ലീഡ് സ്ക്രൂ ഈസ് ആണത്, ഈസ് 4 millimeter and the pitch of the thread to be cut is 2 millimeter. Find the gear ratio. Gear ratio കാണാനുള്ള ഫോർമുല this thread, pitch of thread to be cut divided by pitch of lead screw. Pitch of lead screw. Therefore the answer is 2/4 or 1/2 ആണ് നിങ്ങളുടെ ആൻസർ ആയിട്ട് വരുന്നത്. 1/2. ഇതിൽ പിന്നെ കൺഫ്യൂഷൻ ഉണ്ടാവാൻ കാര്യമില്ല. 2 എന്നുള്ളൊരു ഓപ്ഷൻ കൂടി ഉണ്ടെങ്കിലേ കൺഫ്യൂഷൻ തിരിച്ചാണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ വരുള്ളൂ. അതെന്തായാലും ഇല്ലാത്തതുകൊണ്ട് ആൻസർ ഈസ് ബി ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് കറക്റ്റ്ലി ഡിഫൈൻസ് ദ ഫംഗ്ഷൻ ഓഫ് എ പ്ലെയിനർ മെഷീൻ. പ്ലെയിനർ മെഷീനിൽ ഈ കാണുന്നതാണ് പ്ലെയിനർ മെഷീൻ. ഇതിൽ ഈ വർക്ക് ടേബിള് എന്ത് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും റെസിപ്രോക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ടൂൾ അവിടെ അനങ്ങാതെ നിൽക്കുകയാണ് ചെയ്യുക. അതുകൊണ്ട് ടൂൾ വർക്ക് ഈസ് സപ്പോർട്ടഡ് ഓൺ എ ടേബിൾ ആൻഡ് ടൂൾ ഈസ് സ്റ്റേഷനറി. ടൂള് മൂവിംഗ് എന്നുള്ള ഓപ്ഷൻ നമുക്ക് എന്തായാലും കളയാം. ടൂള് മൂവ് ചെയ്യുന്നത് ഷേപ്പറിലാണ് ടൂള് റെസിപ്രോക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, വർക്ക് പീസ് സ്റ്റേഷനറി ആയിട്ടിരിക്കുന്നത്. അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് പ്ലെയിനർ മെഷീനിൽ സംഭവിക്കുന്നത്. വാട്ട് ഈസ് ദ ട്വിസ്റ്റ് ഡ്രിൽ കട്ടിംഗ് ആംഗിൾ ഫോർ ജനറൽ വർക്ക്? എത്ര തവണ റിപ്പീറ്റ് ചെയ്തൊരു ക്വസ്റ്റൻ ആണ്. 118 ഡിഗ്രി ജനറൽ വർക്കിനുള്ള ട്വിസ്റ്റ് ഡ്രില്ലിന്റെ ആംഗിൾ എന്ന് പറയുന്നത് 118 ഡിഗ്രി ആണ്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ കറക്റ്റ് അബൌട്ട് എ പോയിന്റ് ദാറ്റ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ ദ തേർഡ് ക്വാഡ്രന്റ്? തേർഡ് ക്വാഡ്രന്റിലെ ടോപ്പ് വ്യൂ. തേർഡ് ക്വാഡ്രന്റ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് വരിക. ദിസ് ഇസ് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്. ഇവിടെയാണ് ഒരു ഒബ്ജക്റ്റ് ഇരിക്കുന്നതെങ്കിൽ അതിന്റെ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ വരയ്ക്കുമ്പോൾ ഇവിടെയാണ് ടോപ്പ് വ്യൂ വരിക, ഇവിടെയാണ് ഫ്രണ്ട് വ്യൂ വരിക, XY ലൈനിന്റെ അല്ലെ. സോ ടോപ്പ് വ്യൂ ഇസ് ഓൾവേസ് എബവ് ദ റെഫറൻസ് ലൈൻ, കറക്റ്റ് ആണ്. ഫ്രണ്ട് വ്യൂ ഇസ് ഓൾവേസ് എബവ് ദ റെഫറൻസ് ലൈൻ, അത് തെറ്റാണ്. ഡിസ്റ്റൻസ് ഓഫ് front view from the reference line is equal to distance of the point from the horizontal line. ഒരു ഫ്രണ്ട് വ്യൂല് നമ്മൾ കാണുന്നത് അത് അതിന്റെ ഗ്രൗണ്ടിൽ നിന്ന് എത്ര ഹൈറ്റിൽ നിൽക്കുന്നു എന്നുള്ളതല്ലേ, അതാണ് എന്ത് പറയുന്നത്, തേർഡ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. Therefore 1 and 3 ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. 1 and 3. ഓക്കെ, നെക്സ്റ്റ്. ഇനി ടോപ്പ് വ്യൂല് കാണുന്നത് ഡിസ്റ്റൻസ് ഫ്രം വെർട്ടിക്കൽ പ്ലെയിൻ ആണ് വരിക, ഫ്രണ്ട് വ്യൂല് കാണുന്നത് ഡിസ്റ്റൻസ് ഫ്രം ഹൊറിസോണ്ടൽ പ്ലെയിൻ ആണ് വരിക. ഹൈപ്പർബോള. അപ്പൊ ഹൈപ്പർബോളയുടെ കാര്യങ്ങൾ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അതിന് 2 ഡയറക്ട്രിക്സ് ഉണ്ട്, 2 ഫോസൈ ഉണ്ട് കേട്ടോ, 2 ഫോസൈ ഉണ്ട്. Therefore it has 2 foci and 2 directrices. Next, which of the following statement is or are correct about the isometric projection? Isometric projection, 3 mutually perpendicular axes of the cube containing the object are equally inclined to vertical plane. ഇവിടെ കാണാം ഈക്വലി ഇൻക്ലൈൻഡ് ആണ്. ഈ ഒരു 3 എഡ്ജസ്, 3 പെർപെൻഡിക്കുലർ എഡ്ജസ് ഈക്വലി ഇൻക്ലൈൻഡ് ആയിട്ട് മാറും. അത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. All vertical lines of the object are represented by vertical lines in the isometric. ഈ ക്യൂബിന്റെ വെർട്ടിക്കൽ എഡ്ജസ് ഈ ഐസോമെട്രിക് വ്യൂവിലും വെർട്ടിക്കൽ എഡ്ജസ് തന്നെയായിട്ടാണ് വരിക. Therefore second statement is correct. In isometric projection a square is represented by a rhombus. ഇതിന്റെ ഫ്രണ്ട് ഫേസ് ഒരു സ്ക്വയർ അല്ലായിരുന്നു ആക്ച്വലി, അതിപ്പോ കാണുമ്പോൾ ഒരു റോംബസ് പോലെയല്ലേ നമുക്ക് കാണുന്നത്, 90 ഡിഗ്രിയേക്കാൾ ഡിഫറെന്റ് ആംഗിൾ അല്ലേ. Therefore എല്ലാ ആൻസേഴ്സും കറക്റ്റ് ആണ് തന്നിരിക്കുന്നതിൽ. മെത്തഡ് ഓഫ് ഡെവലപ്മെന്റ് ഓഫ് സർഫസസ് ദാറ്റ് ആർ യൂസ്ഡ് ഫോർ പിരമിഡ്സ് ആൻഡ് കോൺസ്. പിരമിഡ്, കോൺ എന്നൊക്കെ പറയുന്ന ഒരു കോമൺ പോയിന്റിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന ആൾക്കാരല്ലേ, അതുകൊണ്ട് നമ്മൾ ഏതായിരിക്കും, റേഡിയൽ ലൈൻ മെത്തേഡ് ആണ് ഉപയോഗിക്കുക. റേഡിയൽ ലൈൻ മെത്തേഡ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ കറക്റ്റ് അബൌട്ട് ദ ഒബ്ലിക് പ്രൊജക്ഷൻ? പ്രൊജക്ടേഴ്സ് ഫ്രം എൻ ഒബ്ജക്ട് ആർ പാരലൽ ടു ഈച്ച് അതർ ആൻഡ് ഇൻക്ലൈൻഡ് ടു ദ പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ. കറക്റ്റ് ആണ്. ഇതൊരു പാരലൽ പ്രൊജക്ഷൻ തന്നെയാണ്, പക്ഷെ പ്ലെയിന്, ആ പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ ഇൻക്ലൈൻഡ് ആയിരിക്കും പ്രൊജക്ടേഴ്സ്. പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ, ഇൻക്ലൈൻഡ് ആണെങ്കിൽ ഒബ്ലിക് പ്രൊജക്ഷൻ. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്. All the faces of the object are distorted in the shape of the shape and size. ഇത് തെറ്റാണ്. കാരണം എന്താ വെച്ചാല് നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് വായിച്ചു നോക്കൂ. The faces of the object which are perpendicular to the plane of projection will be distorted.
പക്ഷെ ആ പ്ലെയിൻ ഓഫ് പ്രൊജക്ഷന്റെ പാരലൽ ആയിട്ടുള്ള എല്ലാ ഫേസുകളും ഡിസ്റ്റോർട്ടഡ് അല്ലാതെ അതുപോലെ തന്നെ നമുക്ക് കിട്ടും. അതുകൊണ്ട് എല്ലാ ഫേസുകളും ഡിസ്റ്റോർട്ടഡ് ആവുക എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. തേർഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ്. അതുകൊണ്ട് 1 and 3 എ ആണ് കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് വരുന്നത്. In general, which of the following assumptions is or are correct about the analysis of riveted joint? Riveted jointing, there are no bending or direct stresses. Rivet holes in the plate do not weaken the plate in compression. Rivets after assembly completely fill the holes. ഇതില് റിവെറ്റ് ബെൻഡിങ് സ്ട്രെസ്സുകളോ അല്ലെങ്കിൽ ഡയറക്റ്റ് ടെൻസൈൽ സ്ട്രെസ്സുകളോ ഒന്നും നമ്മൾ റിവെറ്റിൽ കൺസിഡർ ചെയ്യുന്നില്ല. റിവെറ്റിൽ മെയിൻ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഷിയറിംഗ് സ്ട്രെസ്സുകൾ മാത്രമാണ്. അതുകൊണ്ട് ഈ അസംഷൻ കറക്റ്റ് ആണ്. റിവെറ്റ് ഹോൾസ് ഇൻ ദ പ്ലേറ്റ് ഡു നോട്ട് വീക്കൻ ദ പ്ലേറ്റ്. ഫെയിലിയർ ഈസ് ഓൺലി ഫോർ ദ റിവെറ്റ്. റിവെറ്റിന്റെ അനാലിസിൽ നമ്മൾ റിവെറ്റിനാണ് ഫെയിലിയർ സംഭവിക്കുന്നത്. പ്ലേറ്റിനെ നമ്മൾ ഹോൾ ഇടുന്നുണ്ടെങ്കിലും ആ ഹോള് ആ പ്ലേറ്റിനെ വീക്കൻ ചെയ്യുന്നില്ല, എസ്പെഷ്യലി അണ്ടർ കംപ്രഷൻ എന്നുള്ളത് നമ്മൾ അസ്യൂം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ റിവെറ്റിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിനെ ആക്സിയലി കംപ്രസ് ചെയ്ത ഹെഡ് ഫോം ചെയ്യുമ്പോൾ ലാറ്ററലി അത് ബൾജ് ചെയ്ത് കംപ്ലീറ്റ്ലി ആ ഹോളിൽ ഫില്ല് ചെയ്യുന്നു എന്നുള്ള ഒരു അസംഷൻ വെക്കുന്നുണ്ട്. എന്നാലേ ആ ഹോളിന്റെ ഡയമീറ്ററും റിവെറ്റിന്റെ ഡയമീറ്ററും ഏകദേശം ഈക്വൽ ആണെന്നുള്ള ഒരു അസംഷൻ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ദെയർഫോർ ഇതും കറക്റ്റ് ആണ്. സോ ഓൾ ഓഫ് ദി ഓപ്ഷൻസ് ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ഇൻ ലോഞ്ചിറ്റ്യൂഡിനൽ ഫില്ലറ്റ് വെൽഡഡ് ജോയിന്റ് ദ മോഡ് ഓഫ് ഫെയിലിയർ ഈസ് ഡ്യൂ ടു. മോഡ് ഓഫ് ഫെയിലിയർ ഫില്ലറ്റ് വെൽഡഡ് ജോയിന്റ് എന്ന് പറയുമ്പോൾ ഒരു ട്രയാങ്കുലർ ടൈപ്പ് വെൽഡിംഗ് ആണ് വരുന്നത്. അല്ലെ, ട്രയാങ്കുലർ ഷേപ്പിലാണ് ആ വെൽഡ് ഉണ്ടായിരിക്കുക. ഈ ട്രയാങ്കുലർ വെൽഡിൽ എസ്പെഷ്യലി ലോഞ്ചിറ്റ്യൂഡിനൽ ലോഡ് കൊടുക്കുമ്പോൾ അതിന്റെ ത്രോട്ട് സെക്ഷനിൽ അത് വളരെ വീക്കാണ്. ആ വീക്ക് ആയതുകൊണ്ട് തന്നെ ആ സെക്ഷനിലുള്ള ഷിയർ ഫെയിലിയർ ആണ് അതിന്റെ മോസ്റ്റ്ലി സംഭവിക്കുക. എസ്പെഷ്യലി ലോഞ്ചിറ്റ്യൂഡിനൽ ഫില്ലറ്റ് വെൽഡില് ഷിയർ ഫെയിലിയർ ആണ് മെയിൻലി. ഇറ്റ് ഈസ് വെരി വീക്ക് ഇൻ ഷിയർ. അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ അധികം അങ്ങനെ കാണാത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഇനി ബെൽറ്റ് ഡ്രൈവ് റേഷ്യോ ഓഫ് ടാൻജൻഷ്യൽ ഫോഴ്സ് ടു ട്വൈസ് ദ ഇനീഷ്യൽ ടെൻഷൻ. അതായത് ടാൻജൻഷ്യൽ ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഒരു ബെൽറ്റ് ഡ്രൈവ് റൺ ചെയ്യുമ്പോൾ അതിൽ ഒരു ടൈറ്റ് സൈഡ് ഉണ്ടായിരിക്കും, ഒരു സ്ലാക്ക് സൈഡ് ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ T1 ആൻഡ് T2. സോ T1 മൈനസ് T2 ആണ് അതിന്റെ ഇഫക്റ്റീവ് ടെൻഷൻ എന്ന് പറയുന്നത്. ഇനി ഇനീഷ്യൽ ടെൻഷൻ എന്ന് പറയുന്നത് TO എന്ന് കൊടുക്കുകയാണ്. ആ ബെൽറ്റ് റൺ ചെയ്യുന്നതിന് മുന്നേ ഉള്ള ഇനീഷ്യൽ ടെൻഷൻ TO ആണെങ്കിൽ ദിസ് റേഷ്യോ 2TO, ദിസ് ഇസ് കോൾഡ് പുൾ ഫാക്ടർ, അല്ലെങ്കിൽ അതിനെ കോയഫിഷ്യന്റ് ഓഫ് യൂട്ടിലൈസേഷൻ എന്ന് പറയും. കോയഫിഷ്യന്റ് ഓഫ് യൂട്ടിലൈസേഷൻ, അതായത് ഈ പവർ ട്രാൻസ്മിഷനിൽ എത്ര ഇഫക്റ്റീവ് ആയിട്ട് നമ്മൾ ഈ ഇനീഷ്യൽ ടെൻഷൻ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് എന്ന് കാണിച്ചു തരുന്ന ഒരു പാരാമീറ്റർ ആണ് ഈ പുൾ ഫാക്ടർ എന്ന് പറയുന്നത്. നമ്മൾ അധികം കാണുന്ന ഒരു ക്വസ്റ്റ്യൻ അല്ല. ഇതൊക്കെ വേണമെങ്കിൽ ഒരു ഹാർഡ് ലെവൽ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് വേണമെങ്കിൽ പെടുത്താം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ബേസിക് റിക്വയർമെന്റ്സ് ഈസ് ഓർ ആർ മസ്റ്റ് ബി കൺസിഡേർഡ് വൈൽ ഡിസൈനിങ് എ ഗിയർ ഡ്രൈവ്? ഡൈനാമിക് ലോഡ് അറ്റ് എ നോർമൽ റണ്ണിംഗ് കണ്ടീഷൻ ഡ്യൂ ടു പ്രൊഫൈൽ എറർ, highest static load acting on the gear due to high starting torque, wear characteristics of the gear. ഈ 3 കാര്യങ്ങൾ നമ്മൾ കൺസിഡർ, അതായത് ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അതായത് ഡൈനാമിക് ലോഡ് എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് കണ്ടീഷനിൽ വരുന്ന പിച്ച് എറർ അല്ലെങ്കിൽ പ്രൊഫൈലിൽ വരുന്ന ഇനാക്യുറസീസ് ഒക്കെ കാരണം വരുന്ന റണ്ണിംഗ് കണ്ടീഷനിലുള്ള ലോഡുകളാണ് ഡൈനാമിക് ലോഡുകൾ. ആ ഡൈനാമിക് കണ്ടീഷനിലെ ഫെയിലിയർ കൺസിഡർ ചെയ്യുമ്പോൾ അത് കൺസിഡർ ചെയ്യണം. നെക്സ്റ്റ് സ്റ്റാറ്റിക് കണ്ടീഷൻ വരുന്നത് ഒന്ന് ഈ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അത് ഇനീഷ്യൽ സ്റ്റാർട്ടിംഗ് ടോർക്ക് വളരെ കൂടുതലായിരിക്കും. ഒരു ബോഡി റസ്റ്റ് ചെയ്യുന്ന മോഷനിലേക്ക് കൊണ്ടുവരാൻ നല്ല ടോർക്ക് വേണം, അല്ലെങ്കിൽ നല്ല ലോഡ് വേണം എന്ന് നമുക്കറിയാം. ആ ഇനീഷ്യൽ സ്റ്റാർട്ടിംഗ് ലോഡ് കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റാറ്റിക് ലോഡ് കൺസിഡർ ചെയ്യണം. അതുപോലെ തന്നെ സ്റ്റാൾ കണ്ടീഷൻ, ആ സ്റ്റേഷനറി ആയിട്ട് വരുന്ന കണ്ടീഷനിലേക്കുള്ള ലോഡുകൾ കൺസിഡർ ചെയ്യുമ്പോഴും ഈ പറഞ്ഞ സ്റ്റാറ്റിക് ലോഡ് കൺസിഡർ ചെയ്യണം. സോ സ്റ്റാറ്റിക് ലോഡും എന്താണ് ഡിസൈൻ ക്രൈറ്റീരിയൻ ആണ്. നെക്സ്റ്റ് വിയർ ക്യാരക്ടറിസ്റ്റിക്സ്, അതായത് ഈ പിറ്റിംഗ് പോലെയുള്ള ഫെയിലിയർ ഒക്കെ ഉണ്ടല്ലോ, ഈ സർഫസിൽ വരുന്ന ഇമ്പാക്ട്, കംപ്രസീവ് സ്ട്രെങ്ത്, അങ്ങനെയുള്ള കാര്യങ്ങൾ കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ വിയർ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ കൺസിഡർ ചെയ്യണം. ഫോർ ലോങ് സാറ്റിസ്ഫാക്ടറി ടു അതിന്റെ ആ ഒരു കോമ്പോണന്റ് ലൈഫ് കൺസിഡർ ചെയ്യുമ്പോൾ ഇത് കൺസിഡർ, അപ്പൊ എല്ലാം കൺസിഡർ ചെയ്യേണ്ട പാരാമീറ്റേഴ്സ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വുഡ്രഫ് കീ ഈസ് യൂസ്ഡ് ടു ട്രാൻസ്മിറ്റ്. വുഡ്രഫ് കീ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു സെമി സർക്കുലർ പോലെ അല്ലെങ്കിൽ ഒരു സെക്ടർ പോലെ ഷേപ്പ് ഉള്ള ഒരു കീ ആണ് ഈ വുഡ്രഫ് കീ എന്ന് പറയുന്നത്. ഈ വുഡ്രഫ് കീ എന്ന് പറയുന്നത് എത്രയും ഡെപ്ത് ഉള്ള ഒരു കീവേലാണ് അത് ഇറങ്ങിയിരിക്കുക. ഷാഫ്റ്റിന്റെ ഒരു നല്ലൊരു പോർഷൻ അവിടെ തന്നെ എന്ത് ചെയ്ത് പോയി, കട്ട് ചെയ്ത് പോയി. അതുകൊണ്ട് തന്നെ ഷാഫ്റ്റിനെ നല്ലപോലെ വീക്കൻ ചെയ്യും. അതുകൊണ്ട് ഹെവി ഡ്യൂട്ടി അപ്ലിക്കേഷനിൽ അത് ഉപയോഗിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അത് ഈ ഷാഫ്റ്റ് വളരെ വീക്കൻഡ് ആയിട്ട് മാറും. ഹെവി ലോഡ് വരുമ്പോൾ ഷാഫ്റ്റ് ഇവിടെ ബ്രേക്ക് ആയി പോകും. അതുകൊണ്ട് ഇറ്റ് ഈസ് ലിമിറ്റഡ് ടു സ്മോൾ വാല്യൂസ് ഓഫ് ടോർക്സ്. ഇതാണ് അതായത് ഇപ്പൊ ഈ ഓട്ടോമൊബൈലിലെ ഈ ടൈമിംഗ് ഗിയർ ഒക്കെ ഉണ്ടല്ലോ, അതുപോലെ ഡൈനാമോ, അങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ വുഡ്രഫ് കീ നമ്മൾ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഗ്നീഷൻ ലാഗ് ഇൻ SI എഞ്ചിൻ ഈസ് റെഡ്യൂസ്ഡ് ഇഫ്. ഇഗ്നീഷൻ ലാഗ് എന്ന് പറയുന്നത് നമ്മൾ സ്പാർക്ക് കൊടുത്തിട്ട് ആക്ച്വൽ കമ്പസ്റ്റൻ തുടങ്ങുന്നതിനിടയിലുള്ള ഗ്യാപ്പാണ് ഇഗ്നീഷൻ ലാഗ് എന്ന് പറയുന്നത്. അപ്പോൾ അത് റെഡ്യൂസ് ചെയ്യാനുള്ള കാര്യം ചോദിച്ചിരിക്കുന്നത്. അതായത്
പെട്ടെന്ന് തന്നെ ആ ഒരു ഇഗ്നീഷൻ തുടങ്ങാനായിട്ടുള്ള കാര്യം അതെന്തായിരിക്കും? ഇനീഷ്യൽ ടെമ്പറേച്ചർ കൂട്ടിയാൽ മതി. അതായത് നല്ല ഹൈ ടെമ്പറേച്ചറുള്ള ഫ്യൂവൽ എയർ മിക്സർ ആണ് ഞാൻ അതിലേക്ക് കൊടുത്തിരിക്കുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും? ആ ഒരു ഇഗ്നീഷൻ സ്റ്റാർട്ട് ചെയ്യും. അതുകൊണ്ട് നമുക്ക് ഇഗ്നീഷൻ ലാഗ് നല്ലപോലെ കുറയ്ക്കാനായിട്ട് പറ്റും. ഇനീഷ്യൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാന്നുള്ളതാണ്. ഡിറ്റനേഷൻ ക്യാൻ ബി കൺട്രോൾഡ് ബൈ. ഡിറ്റനേഷൻ എന്ന് വെച്ചാൽ എന്താണ്? അൺബേൺഡ് മിക്സർ, ആ കമ്പഷൻ പ്രോസസിന്റെ എൻഡിലുള്ള അൺബേൺഡ് മിക്സർ സ്വയം കമ്പസ്റ്റൻ ചെയ്ത് ഓപ്പോസിറ്റ് ഒരു ഫ്ലെയിം വരുന്നു. ഇവിടെ നിന്നുള്ള ഫ്ലെയിം ഫ്രണ്ടും അവിടെ നിന്നുള്ള ഫ്ലെയിം ഫ്രണ്ടും കൂട്ടിയിടിക്കുമ്പോണ്ടാകുന്ന സൗണ്ട് അതാണ് ഡിറ്റനേഷൻ എന്നൊക്കെ പറയാം. ആ ഡിറ്റനേഷൻ ക്യാൻ ബി കൺട്രോൾഡ് ബൈ റിട്ടാർഡിങ് ദ സ്പാർക്ക് ആണ് ഇതിന്റെ കാരണം. റിട്ടാർഡിങ് സ്പാർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പസ്റ്റൻ ആ ഒരു എൻഡിലേക്ക് സ്പാർക്ക് റിട്ടാർഡ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ലാഗ് അടിപ്പിക്കാം. ആ ലാഗ് അടിപ്പിച്ചു കഴിഞ്ഞാൽ ഒരു പ്രോപ്പർ കമ്പസ്റ്റൻ നമുക്ക് നടത്താനായിട്ടുള്ള ടൈം അവിടെ കിട്ടും. ആ എൻഡിലുള്ള കമ്പസ്റ്റന്റെ പ്രഷർ കൂടുന്നതിനുള്ള ടൈം നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് റിട്ടാർഡിങ് ദ സ്പാർക്ക് ആണ് കറക്റ്റ് ആൻസർ ആയിട്ട്. ടു ഹൈ പ്രഷർ ഇൻ ഡീസൽ ഇഞ്ചക്ടേഴ്സ് ഈസ് ഡ്യൂ ടു. ഡീസൽ ഇഞ്ചക്ടേഴ്സിൽ ആ ഫ്യൂവൽ പമ്പിൽ ഒരു ബാക്ക് പ്രഷർ ജനറേറ്റ് ചെയ്യാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ഈ നീഡിൽ വാൽവ് സീസ് ചെയ്യുക. അതായത് ഒരു ക്ലോസ്ഡ് പൊസിഷനോട് അടുത്ത് ഇങ്ങനെ സ്ട്രക്ക് ആയിട്ടിരിക്കുക. അങ്ങനെ സ്ട്രക്ക് ആയിട്ടിരിക്കുമ്പോൾ അതിന്റെ ആ ഫ്ലോ ചെയ്യാനുള്ള ക്രോസ് സെക്ഷൻ ഏരിയ നല്ലപോലെ കുറയും. പമ്പ് കണ്ടിന്യൂസ് ആയിട്ട് ഫ്യൂവൽ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. പക്ഷേ ഈ നീഡിൽ വാൽവ് ഒരു ക്ലോസ്ഡ് പൊസിഷന്റെ അടുത്ത് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ സഫീഷ്യന്റ് ആയിട്ട് അങ്ങോട്ട് ഫ്യൂവൽ കടന്നു പോകാൻ പറ്റില്ല. അതിന്റെ ഉള്ളിൽ ഒരു ബാക്ക് പ്രഷർ ജനറേറ്റ് ചെയ്യും. അതാണ് അവിടെ സംഭവിക്കുന്നത്. കറക്റ്റ് ആൻസർ ഈസ് സി. അടുത്ത ക്വസ്റ്റ്യൻ, ലോവർ ഡിലേ പീരീഡ് ഈസ് ഒബ്റ്റൈൻഡ് ബൈ. സീറ്റൈൻ നമ്പർ എന്ന് പറയുന്ന പാരാമീറ്റർ നമ്മൾ ഡീസൽ ഫ്യൂവലായിട്ട് ബന്ധപ്പെട്ട് അറിയേണ്ടതാണ്. സീറ്റൈൻ നമ്പർ ഹൈ ആണെങ്കിൽ ഡിലേ പീരീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഫ്യൂവൽ ഇഞ്ചക്ട് ചെയ്തതിന് ശേഷം എത്ര ടൈം ഡിലേ കഴിഞ്ഞിട്ടാണ് ആ ആക്ച്വൽ കമ്പഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, അതിനിടയ്ക്കുള്ള ടൈം പീരീഡിനാണ് ഡിലേ പീരീഡ് എന്ന് പറയുന്നത്. സീറ്റൈൻ നമ്പർ എന്ന് പറഞ്ഞാൽ ഒരു ഫ്യൂവലിന്റെ ക്വാളിറ്റി കാണിക്കുന്നതാണ്. സോ ഹയർ ദ സീറ്റൈൻ നമ്പർ, ലോവർ വിൽ ബി ദ ഡിലേ പീരീഡ്. ഓക്കെ. ദ ബെസ്റ്റ് എക്കണോമി ഫ്യൂവൽ എയർ റേഷ്യോ ഈസ്, എഞ്ചിൻ സ്പീഡ് ആയിട്ടുള്ള റിലേഷൻ ആണ് വെച്ചിരിക്കുന്നത്. ഒരു ലീൻ മിക്സ്ചർ ആണ് അറൌണ്ട് 0.06. ഫ്യൂവൽ എയർ റേഷ്യോ അറൌണ്ട് 0.06 അവിടെയാണ് ഒരു ബെസ്റ്റ് എക്കണോമി ഫ്യൂവൽ എന്നൊക്കെ പറയുന്നത്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ എഞ്ചിൻ ലോഡ്. അതുപോലെ തന്നെ ആ മിക്സ്ചർ സ്ട്രെങ്ത്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതാണ്. അല്ലെ എഞ്ചിൻ സ്പീഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒന്നല്ല എന്ത് എക്കണോമി ഫ്യൂവൽ എയർ റേഷ്യോ എന്ന് പറയുന്നത്. ദെർഫോർ ആൻസർ ഈസ് ഡി. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ആക്സസറി ഇൻ സ്റ്റീം ബോയിലർ. സ്റ്റീം ബോയിലറിലെ ആക്സസറി അല്ലാത്ത എന്നാണ്. ആക്സസറീസ് ആണ് ഈ കൊടുത്തിരിക്കുന്നതൊക്കെ. എക്കണോമൈസർ, സൂപ്പർ ഹീറ്റർ, ഫീഡ് പമ്പ്, ഇതൊക്കെ ആക്സസറി ആണ്. ഹീറ്റിംഗ് സർഫസ് എന്ന് പറയുമ്പോൾ ആക്ച്വലി ആ ബോയിലറിന്റെ ഒരു ഇഫക്റ്റീവ് എന്താണ് സർഫസ് ഏരിയ ആണ് ഈ ഹീറ്റിംഗ് സർഫസ് ആയിട്ട് പറയുന്നത്. അത് നമുക്കൊരു ആക്സസറി ആയിട്ട് പെടുത്താൻ പറ്റില്ല. ആക്സസറി എന്ന് പറയുമ്പോൾ അതിന്റെ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരാണ് ആക്സസറീസ്. സേഫ് വർക്കിംഗ് വേണ്ടിയിട്ട് ആൻഡ് ഇഫക്റ്റീവ് വർക്കിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് മൗണ്ടിങ്സ്. അതായത് ഈ വാട്ടർ ലെവൽ ഇൻഡിക്കേറ്റർ, ഫീഡ് പമ്പ്, അങ്ങനെയുള്ള അത് ഫ്യൂസിബിൾ പ്ലഗ്, അതൊക്കെയാണെന്ത് ഈ പറഞ്ഞ മൗണ്ടിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഹീറ്റിംഗ് സർഫസ് എന്നുള്ളത് ഒരു ഓപ്ഷൻ ആയിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ ഹൈ പ്രഷർ വാട്ടർ ട്യൂബ് സ്റ്റീം ബോയിലർ വർക്കിംഗ് ഓൺ ഫോഴ്സ്ഡ് സർക്കുലേഷൻ. ഫോഴ്സ്ഡ് സർക്കുലേഷനിൽ അതായത് ഒരു സെൻട്രിഫ്യൂഗൽ പമ്പ് ഉപയോഗിച്ചുകൊണ്ട് വാട്ടറിനെ പമ്പ് ചെയ്തുകൊണ്ട് നടക്കുന്ന ഒരു വാട്ടർ ട്യൂബ് ബോയിലർ ആണ് ലാമോണ്ട് ബോയിലേഴ്സ് എന്ന് പറയുന്നത്. കൊക്രാൻ ബോയിലറും സ്കോച്ച് മറൈൻ ബോയിലറും ഫയർ ട്യൂബ് ബോയിലേഴ്സ് ആണ്. അത് വാട്ടർ ട്യൂബ് ബോയിലേഴ്സ് അല്ല. ബാബ്കോക്ക് വിൽകോക്സ് എന്ന് പറയുന്നത് ഒരു എന്താ പറയാ നാച്ചുറൽ സർക്കുലേഷൻ ബോയിലർ ആണ്. നാച്ചുറൽ സർക്കുലേഷൻ ആണ്, അവിടെ ഫോഴ്സ്ഡ് സർക്കുലേഷൻ അല്ല. പമ്പ് ഉപയോഗിച്ചിട്ടല്ല സർക്കുലേഷൻ ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഡിവൈസ് യൂസ്ഡ് ടു കൺട്രോൾ ദ ഫ്ലോ ഓഫ് സ്റ്റീം ഫ്രം ദ ബോയിലർ ടു ദ മെയിൻ സ്ട്രീം പൈപ്പ് ഈസ്. അതേതാണ്? സ്റ്റീം സ്റ്റോപ്പ് വാൽവ്. ബോയിലറിന്റെ ഏറ്റവും ഹയസ്റ്റ് പോർഷനിൽ വെച്ചിരിക്കുന്ന വാൽവ് ആണ് സ്റ്റീം സ്റ്റോപ്പ് വാൽവ്. ആവശ്യമുള്ള സമയത്ത് ഒരു സർട്ടൺ പ്രഷറിലുള്ള സ്റ്റീം വരുമ്പോൾ മാത്രമേ അത് ഓപ്പൺ ആയിട്ട് മെയിൻ പൈപ്പിലേക്ക് ആ സ്റ്റീമിനെ അത് കടത്തിവിടുള്ളൂ. നെയിം ദ ഡിവൈസ് ദാറ്റ് ഈസ് യൂസ്ഡ് ഫോർ പ്രീ ഹീറ്റിംഗ് ദ ഫീഡ് വാട്ടർ ബൈ യൂട്ടിലൈസിംഗ് ദ ഹീറ്റ് ഓഫ് വേസ്റ്റ് ഫ്ലൂ ഗ്യാസസ്. അതാണെന്ത് എക്കണോമൈസർ എന്ന് പറയുന്ന ആള് അല്ലെ, ഒരു ബോയിലർ ആക്സസറി ആണ്. എക്കണോമൈസർ ആണ് ആദ്യം ആ പമ്പിൽ നിന്ന് വരുന്ന വാട്ടറിനെ ആദ്യം എന്ത് ചെയ്യുന്നത് ഒരു സാച്ചുറേറ്റഡ് ലിക്വിഡ് ആക്കി മാറ്റുന്നത്. ആ ഒരു കർവ് കണ്ടില്ലേ? അതായത് ഇവിടെ ഈ ഒരു പമ്പിൽ നിന്ന് വരുന്ന വാട്ടർ ഒരു കംപ്രസ്ഡ് ലിക്വിഡ് ആയിരിക്കും. അതിന്റെ ഒരു സാച്ചുറേറ്റഡ് ലിക്വിഡ് ആയിട്ട് ഹീറ്റിംഗ് പ്രോസസ് ചെയ്യുന്ന എക്കണോമൈസർ ആണ്. പിന്നെയാണ് ആക്ച്വൽ ബോയിലറിന്റെ ഉള്ളിലുള്ള ഹീറ്റിംഗ് നടക്കുന്നത്. ഇത് സാച്ചുറേറ്റഡ് വേപ്പർ ആയിട്ട് മാറും. അതിനുശേഷം സൂപ്പർ ഹീറ്റർ ആണ് എന്ത് ചെയ്യുന്നത്, അതിനെ സൂപ്പർ ഹീറ്റിംഗ് ചെയ്യുന്നത്. സോ എക്കണോമൈസർ ആണ് ഇനീഷ്യൽ പ്രീ ഹീറ്റിംഗ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഈസ് എ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് ട്രൂ ഇൻ വാട്ടർ ട്യൂബ് ബോയിലേഴ്സ്. വർക്കിംഗ് പ്രഷർ ജനറലി ഹൈ ആണ്, കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. റേറ്റ് ഓഫ് സ്റ്റീം ജനറേഷൻ ഈസ് ബെറ്റർ ആണ് കമ്പയർഡ് ടു ഫയർ ട്യൂബ് ബോയിലർ.
ഡയറക്ഷൻ ഓഫ് വാട്ടർ സർക്കുലേഷൻ ഈസ് വെൽ ഡിഫൈൻഡ് ആണ്. ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഒന്ന് വായിച്ചു നോക്കുക. വാട്ടർ ട്യൂബ് എന്ന് പറയുമ്പോൾ തന്നെ വാട്ടർ ട്യൂബിന്റെ ഉള്ളിലും പൈപ്പിൽ കൂടിയും ഫയർ പുറത്തു വരികണ്ടേ. ദ ഹോട്ട് ഫ്ലൂ ഗ്യാസസ് പാസ് ത്രൂ ദ ട്യൂബ് എന്നാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്, വിച്ച് ഈസ് ദ റോങ് സ്റ്റേറ്റ്മെന്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ലിഥിയം ബ്രോമൈഡ് വേപ്പർ അബ്സോർപ്ഷൻ സിസ്റ്റം ദ റെഫ്രിജറന്റ് ആൻഡ് അബ്സോർബന്റ് റെസ്പെക്റ്റീവ്ലി ആർ. റെഫ്രിജറന്റ് എന്ന് പറയുന്നത് വാട്ടർ ആണ്. ലിഥിയം ബ്രോമൈഡ് എന്ന് പറയുന്നത് വാട്ടറിനെ അബ്സോർബ് ചെയ്യുന്ന ഒരു absorbent ആണ്. So water is the refrigerant and lithium bromide is the absorbent. A is the answer. Wet bulb temperature at 100% relative humidity. 100% relative humidity എന്ന് വെച്ചാൽ മാക്സിമം വാട്ടർ കണ്ടന്റ് അത് സാച്ചുറേറ്റഡ് ആയിട്ട് മാറി. സാച്ചുറേറ്റഡ് ആയിട്ട് മാറുമ്പോൾ ഇനി ഫർദർ അതിനെ എന്ത് ചെയ്യാൻ പറ്റില്ല, അതിലേക്ക് ഫർദർ വാട്ടർ വേപ്പറിന് ആഡ് ചെയ്യാൻ പറ്റില്ല. ഈ കണ്ടീഷനിൽ അതിന്റെ ഡ്രൈ ബൾബ് ടെമ്പറേച്ചറും വെറ്റ് ബൾബ് ടെമ്പറേച്ചറും ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ ഒക്കെ എന്തായിരിക്കും, സെയിം ആയിരിക്കും. Therefore the answer is B. In SI system, SI unit, the 1 ton of refrigeration എന്ന് വെച്ച് കഴിഞ്ഞാൽ 210 kilojoule per minute ആണ്, അല്ലെങ്കിൽ 3.5 kilowatt ആണ്. Therefore the answer is B ആണ്. 210 kilowatt അല്ല, kilojoule per minute ആണ്. അപ്പൊ 60 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് ഈസ് റിലേറ്റഡ് വിത്ത് ഫോറിയേഴ്സ് ലോ എന്ന് പറയുന്നത് കണ്ടക്ഷൻ ഹീറ്റ് ട്രാൻസ്ഫറും ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് കൺവെക്റ്റീവ് ഹീറ്റ് ട്രാൻസ്ഫർ ആണ്. Therefore B is the correct answer. When the temperature of water in spray washing system is much higher than the temperature of the dry bulb temperature of the air entering the system, the process that takes place is, അതായത് നമുക്ക് എയറിലേക്ക് വാട്ടർ ആഡ് ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് ഈ സ്പ്രേ വാഷിംഗ് സിസ്റ്റം. ആ സ്പ്രേ വാഷിംഗ് സിസ്റ്റത്തില് എയറിന്റെ ടെമ്പറേച്ചറിനേക്കാൾ കൂടുതൽ ടെമ്പറേച്ചർ ഉള്ള വാട്ടർ ആണ് ആഡ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും വാട്ടറിൽ നിന്ന് ഹീറ്റ് എയറിലേക്ക് ആഡ് ആവും. അതുകൊണ്ട് അവിടെ ഹീറ്റിംഗ് എന്തായാലും നടക്കും. സോ ഹീറ്റിംഗ് നടക്കും. അപ്പൊ അതുകൊണ്ട് രണ്ട് ഓപ്ഷൻസ് പോസിബിൾ ആണ്, എ ആൻഡ് ഡി. ഇനി വാട്ടർ വേപ്പർ ഒരു ഇവാപറേഷൻ പ്രോസസ്സും അതിന്റെ ഒപ്പം നടക്കും. വാട്ടർ ആഡ് ചെയ്യുമ്പോൾ അത്രയും ഹൈ ടെമ്പറേച്ചറിലെ വാട്ടറിൽ ചെറിയ വാട്ടർ വേപ്പർ ഇവാപറേഷൻ നടക്കും. ഈ ഇവാപറേറ്റ് ചെയ്ത വാട്ടർ എയറിലേക്ക് ആഡ് ആകുമ്പോൾ നടക്കുന്ന പ്രോസസ് എന്താണ്, ഹ്യൂമിഡിഫിക്കേഷൻ ആണ്. അതുകൊണ്ട് ആൻസർ എന്താണ് വരിക, ഹീറ്റിംഗ് ആൻഡ് ഹ്യൂമിഡിഫിക്കേഷൻ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് എ കണ്ടക്ടിങ് മെറ്റീരിയൽ ഡിപ്പെൻഡ്സ് ഓൺ ഇറ്റ്സ്. നമ്മൾ തെർമൽ കണ്ടക്ടിവിറ്റി പറയുമ്പോൾ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് എന്നാണ് പറയാറ്. അതായത് അതിന്റെ കോമ്പോസിഷനെയാണ് ഡിപ്പെൻഡ് ചെയ്യുക. അത് സെറാമിക് മെറ്റീരിയൽ അങ്ങനെയുള്ള മെറ്റീരിയൽ കോമ്പോസിഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് കണ്ടക്ടിവിറ്റി. ഇറ്റ്സ് എ മെറ്റീരിയൽ പ്രോപ്പർട്ടി. ഫോർ എ പെർഫെക്റ്റ്ലി ബ്ലാക്ക് ബോഡി എന്ന് പറയുമ്പോൾ തന്നെ എന്താ, കംപ്ലീറ്റ് വരുന്ന റേഡിയേഷൻ അബ്സോർബ് ചെയ്യുന്ന ആളാണ്. അതായത് അതിന്റെ അബ്സോർട്ടിവിറ്റി എന്തായിരിക്കണം, 1 ആയിരിക്കണം. റിഫ്ലക്ടിവിറ്റിയും ട്രാൻസ്മിസിവിറ്റിയും 0 ആയിരിക്കണം. സി ഇസ് ദ കറക്റ്റ് ആൻസർ. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് കംഫർട്ട് എയർ കണ്ടീഷനിങ്. കംഫർട്ട് എയർ കണ്ടീഷനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയറിന്റെ ട്രൈബൽ ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും, ഹ്യൂമിഡിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യും, എയർ വെലോസിറ്റി എത്രയാണെന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്യും. അതുകൊണ്ട് ഓൾ ഓഫ് ദി അബോവ് ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. വാട്ട് വിൽ ബി ദ റേഷ്യോ ഓഫ് ഹൈയസ്റ്റ് ടെമ്പറേച്ചർ ടു ലോവസ്റ്റ് ടെമ്പറേച്ചർ ഓഫ് എ റിവേഴ്സ്ഡ് കാർനോട്ട് സൈക്കിൾ വിത്ത് COP2? റിവേഴ്സ്ഡ് കാർനോട്ട് സൈക്കിൾ എന്ന് പറയുമ്പോൾ റെഫ്രിജറേറ്റർ ആയിട്ടാണ് ആക്ട് ചെയ്യുക. റെഫ്രിജറേറ്ററിന്റെ COP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ കാർനോട്ട് സൈക്കിൾ. ഐഡിയൽ കേസിൽ നമുക്ക് ആ COP-നെ ലോവർ ടെമ്പറേച്ചർ ബൈ ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ എന്ന് എഴുതാം. ദിസ് ഈസ് 2. Therefore TH minus TL by TL is equal to 1/2, or TH by TL minus 1 is equal to 1/2, or TH by TL is equal to 3/2. അപ്പോൾ TL by TH നമുക്ക് വേണ്ടത് ഹയസ്റ്റ് ടെമ്പറേച്ചർ ടു ലോവസ്റ്റ് ടെമ്പറേച്ചർ. അപ്പോൾ ഡയറക്റ്റ് ആൻസർ കിട്ടി, ദാറ്റ് ഈസ് 1.5 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. Calculate the COP of a heat pump if it operates between the temperature limits of 400 Kelvin and 200 Kelvin. COP of a heat pump എന്ന് പറയുന്നത് ഹയർ ടെമ്പറേച്ചർ ബൈ ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ ആണ്. So that is equal to 400 divided by 200, which is equal to 2. 2 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓൾമോസ്റ്റ് 60% ഓഫ് ദ ക്വസ്റ്റ്യൻ വളരെ ഈസിയാണ്. ഇപ്പൊ ലാസ്റ്റ് ചെയ്ത ഈ പ്രോബ്ലംസ് ഒക്കെ എന്ന് പറഞ്ഞാൽ തന്നെ വളരെ സിമ്പിൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോ ചില ക്വസ്റ്റ്യൻസ് പക്ഷെ നല്ല സ്റ്റാൻഡേർഡ് കാണിച്ചിട്ടുണ്ട്. ആ 10% ക്വസ്റ്റ്യൻസ് ചില നമ്മൾ അധികം കേൾക്കാത്ത ക്വസ്റ്റ്യൻസുകളുണ്ട്, ചിലത് നമ്മൾ ശ്രദ്ധിക്കാതെ തെറ്റിപ്പോകാവുന്ന ചില ക്വസ്റ്റ്യൻസും ഉണ്ട്. അല്ലാതെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ വളരെ ഡിഫിക്കൽട്ട് എന്ന് പറയാനായിട്ടില്ല. മേ ബി ഒരു 50-60% വളരെ ഈസി ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമുക്കൊരു 60-70 റേഞ്ചിലൊക്കെ എന്തായാലും നിങ്ങൾ സ്കോർ ചെയ്തിരിക്കണം. എബോവ് 70 ആണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന കട്ട് ഓഫ്. കാരണം ഇതിന്റെ വാക്കൻസി എന്ന് പറയുന്നത് 1 ആണ്. പോർട്ട് എന്നൊക്കെ പറയുന്നത് അത്രയധികം വലിയ ലാർജ് സ്കെയിലിൽ അപ്പോയിന്റ്മെന്റ് നടക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ഒന്നുമല്ല. അതുകൊണ്ട് തന്നെ ഒരു 70 എബോവ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ നല്ല ഒരു കാൻഡിഡേറ്റ്സ് ഉണ്ടെങ്കിൽ കട്ട് ഓഫ് നമുക്ക് പ്രതീക്ഷിക്കാം.
വളരെ ചെറിയ ലിസ്റ്റേ സാധാരണ ഇടാൻ ചാൻസ് ഉള്ളൂ. അപ്പൊ എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.